ഓ കുഞ്ഞുങ്ങളെ, ഇതുപോലെ കല്യാണം കഴിച്ചാൽ നാം നിർത്താതിരുന്നുപോന്ന് പറയാൻ, വിവാഹം കഴിച്ചാൽ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കേണ്ടി വരും, അതേ അധ്വാനിക്കേണ്ടി വരും, മക്കളെ പോറ്റേണ്ടി വരും, അതിനധ്വാനിക്കേണ്ടി വരും, അതേ ഭാര്യ വീട്ടുകാരെ സന്തോഷിപ്പിക്കേണ്ടി വരും, ഉമ്മാനെ ബാപ്പാനെ പറ്റിക്കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടും. അതുകൊണ്ട് ഞാൻ തീരെ പെണ്ണ് കെട്ടുന്നില്ല, വിവാഹം കഴിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്ന മനുഷ്യനാണോ പടച്ചവന്റെ അടുക്കൽ പ്രതിഫലമുള്ളത്? അല്ല, ഞാൻ ഈ പ്രയാസങ്ങളൊക്കെയും നേരിട്ടനുഭവിച്ച് എന്നെ കൊണ്ട് കഴിയുപോലെ പരിശ്രമിക്കുമെന്ന നിലയിൽ വിവാഹത്തിന് മുതിരുന്നവനാണോ പടച്ചവന്റെ അടുക്കൽ മാത്രമുള്ളത്? അത് വിവാഹത്തിന് മുതിരുന്നവന് തന്നെ. ജനങ്ങളെത്ര ആക്ഷേപിച്ചാലും ഞാൻ എന്റെ പ്രവർത്തന രംഗത്ത് അല്പം പിന്നോട്ട് പോകൂല, എന്നെ വ്യക്തി കുറിച്ചാലും പോകൂല, ചീത്ത പറഞ്ഞാലും പോകൂല, കൂടെയുള്ളവരാക്ഷേപിച്ചാലും പുറത്തുള്ളവരാക്ഷേപിച്ചാലും എന്റെ പ്രവർത്തനത്തിൽ ഞാൻ മാറിപ്പോകൂല. എന്ന് ചിന്തിക്കുന്ന എതിരാത്തുള്ള പ്രവർത്തകനെ പോലെ എന്റെ ഭാര്യ ആക്ഷേപിച്ചാലും, എന്റെ കുടുംബം ആക്ഷേപിച്ചാലും, എന്റെ അയൽവാസികൾ ആക്ഷേപിച്ചാലും, ഭാര്യ വീട്ടുകാരെന്ന് പറഞ്ഞാലും, എന്റെ കുടുംബങ്ങളെന്ന് പറഞ്ഞാലും അതൊന്നും ഞാൻ നോക്കുന്നില്ല. ഞാൻ കഠിനാധ്വാനം ചെയ്യും, എന്റെ ഭാര്യയും മക്കളെയും പോറ്റി വളർത്തുന്നതിന് വേണ്ടി അധ്വാനിക്കുമെന്ന് ചിന്തിക്കുന്ന മനുഷ്യൻ അവരതാ പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി അധ്വാനിക്കുന്ന പ്രവർത്തകനെ പോലെയാണ്. പ്രചരണ രംഗത്ത് ആരോഗ്യവും സമയവും അതുപോലെ സമ്പത്തുമൊക്കെ ചെലവഴിച്ച് അധ്വാനിക്കുന്ന മനുഷ്യനെ പോലെയാണ് സന്താനങ്ങൾക്കും ഭാര്യമാർക്കും വേണ്ടി അധ്വാനത്തിന് മുതിരുന്ന ഏത് പ്രയാസങ്ങളെയും കുറ്റം പറയുകയും ക്ഷമിക്കുന്ന മനുഷ്യൻ അവനൊരിക്കലും അത്തരം ഒരു അല്ലലിലും മരത്തിലും ഞാനില്ല എന്ന് മനസ്സിലാക്കി മാറി നിൽക്കുന്നവനെ പോലെയല്ല. അവനതാ റബ്ബിന്റെ ദീനിന് വേണ്ടി അധ്വാനിക്കുന്ന വ്യക്തിയുടെ പ്രതിഫലം പോലെ അവന് പ്രതിഫലം ലഭിക്കുന്നു. പറഞ്ഞു, ഭാര്യമാർക്ക് ചെലവിന് കൊടുക്കുന്ന ആളുകൾ അവരാ ചെലവിന് കൊടുക്കുന്നത് സദഖയാണ്, അതൊരിക്കലും തന്നെ നഷ്ടമല്ല. ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുന്ന വ്യക്തി അയാൾ കൊടുക്കുന്ന ആ ചെലവുണ്ടല്ലോ അത് ധർമ്മമാണ്, അതിന് ധർമ്മത്തിന്റെ പ്രതിഫലം ലഭിക്കുന്നതാണ്. ഏതൊരു മനുഷ്യനും പ്രതിഫലം ലഭിക്കപ്പെടുന്നു. സ്വന്തം ഭാര്യയോ മക്കളോ അവരുടെ തൊള്ളയിലേക്ക് കൊണ്ടുപോയിടുന്ന ഭക്ഷണം, ആ ഭക്ഷണത്തിന്റെ പേരിൽ അതിനുവേണ്ടി അധ്വാനിച്ച പുരുഷന് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലം കൊടുക്കുന്നുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഓ സഹോദരന്മാരെ, മഹാനായ ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മഹാനവർകൾ പരിശുദ്ധ ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി ശത്രുക്കളോട് പോരാടുന്ന യുദ്ധത്തിൽ പങ്കെടുത്തിരിക്കുകയായിരുന്നു. ആ സമയത്ത് കൂടെയുള്ളവരോട് മഹാനവർകൾ ചോദിച്ചു, നമ്മളിപ്പോൾ ശത്രുക്കളോട് പോരാടി ശരീരത്തിൽ വെട്ടും കുത്തും ഏറ്റെടുക്കാമെന്ന യുദ്ധത്തിലാണല്ലോ ഉള്ളത്, അതിനേക്കാൾ ബഹുമാനമുള്ള വല്ല അമലും നിങ്ങൾക്കറിയാമോ? കാലുമാനാലുമായിരിക്കും നമുക്കതറിയില്ല. ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു അനായാലും എനിക്കറിയാം. കാലു അവരെ ചോദിച്ചു, അതേതാണ്? അപ്പോൾ പറഞ്ഞു, റജുലുൻ മുതഅഫിഫുൻ ذو عادة قام من الليل فنظر إلى صبيانه نياما متكتفين فسترهم وطأهم بثوبه فعمله أفضل مما نحن فيه. അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു ധർമാനുഷ്ഠത്തിനും പോകാത്ത മനുഷ്യൻ, അദ്ദേഹത്തിന് കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, അദ്ദേഹം രാത്രിയിലൊന്ന് എഴുന്നേറ്റതാണ്. രാത്രി എഴുന്നേറ്റ് നോക്കുമ്പോൾ പല പറയുകയാമൻ അദ്ദേഹത്തിന്റെ കുട്ടികളതാ മക്കളതാ കിടന്നുറങ്ങുന്നു. ആ മക്കൾ കിടന്നുറങ്ങുമ്പോൾ അവരെ തുണിങ്ങി പോയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു? തുണിങ്ങിപ്പോയ കുട്ടികളുടെ തുണി അദ്ദേഹം ഉടനെ തന്നെ അവിടെ മറച്ചു കൊടുത്തു. അങ്ങനെ ആ തുണിങ്ങിപ്പോയ കുട്ടികളുടെ തുണി അദ്ദേഹം ഉടനെ തന്നെ അവിടെ മറച്ചു കൊടുത്താൽ, ഒരു പുതപ്പെടുത്ത് പുറച്ചു കൊടുത്താൽ ആ
നമ്മളിപ്പോൾ ഇസ്ലാമിന് വേണ്ടി പോരാടാൻ ഇറങ്ങിയവരാണെങ്കിൽ നമ്മളുടെ പ്രവൃത്തിയേക്കാൾ ആ മനുഷ്യന് ബഹുമാനം ലഭിക്കുന്നവരാണ്. ഇതിൽ മുബാറക് പറയുകയാണ്. അപ്പൊ കഠിനാധ്വാനം ചെയ്ത മക്കളെ പോറ്റുകയും അതുപോലെ തന്നെ ഭാര്യമാരെ വളർത്തുകയും ചെയ്യുന്നവർ അവർക്ക് അള്ളാഹുവിൽ വലിയ പ്രതിഫലമാണ്. അത് ചെറിയ പ്രതിഫലമല്ല സഹോദരന്മാരെ. അതാണ് എത്രയോ സംഭവങ്ങൾ ഈ വിഷയത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ഒരുപാട് സംഭവങ്ങൾ വിവരിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത് അതെല്ലാം വലിയ കാര്യമാണ്. നേരത്തെ കഴിഞ്ഞുപോയ മഹാന്മാരിൽ ഒരാൾ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. ഭാര്യയോടുകൂടെ കൂട്ടായി നല്ല ജീവിതം നയിക്കാതെ മരിച്ചുപോയി. മരണത്തിന് ശേഷം പലരും അദ്ദേഹം വിവാഹാലോചന നടത്തി. ഭാര്യ മരിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞില്ല, എന്റെ മനസ്സിൽ അതൊന്ന് ഞാൻ അല്ലാഹുവിന്റെ ഇബാദത്തിൽ തന്നെ മാറ്റിവെച്ച് ഇബാദത്ത് ജീവിതമില്ലാതെ ഞാനൊന്ന് ജീവിക്കട്ടെ എന്ന് പറഞ്ഞു. ഒരാഴ്ചക്കാലം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഒരു ദിവസം ഉറങ്ങുന്ന സമയത്ത് കാണുകയാണ് ആകാശത്തിന്റെ വാതിലുകൾ തുറന്ന് കുറെ ആളുകൾ ഇറങ്ങി വരുന്നു. അവരൊക്കെയും അതാ കാറ്റിലൂടെ ഇങ്ങനെ പറന്നു നീങ്ങുകയാണ്. ഓരോരുത്തരും പിന്നാലെ പോവുകയാണ്. ഓരോ ആളുകളും സമീപത്തെത്തുമ്പോ അദ്ദേഹത്തെ കൂട്ടിയിട്ട് പറഞ്ഞ് ഇയാളാണല്ലോ ഹൈറ് തടയപ്പെട്ടാല്, ഇയാളാണല്ലോ ലക്ഷണം കെട്ടാല് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ 2-3 ആളുകൾ പറഞ്ഞു പോയപ്പോ എനിക്ക് അവരോട് എന്താണ് എന്നെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് ഭയം തോന്നി. അവസാനം ഒരു ചെറുപ്പക്കാരൻ അതാ അവസാനം പോകുന്നത് കണ്ടു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ആരാണ് നിങ്ങളിൽ പറയുന്ന ലക്ഷണം കെട്ടവൻ? ആരാണ് ഹൈറ് തടയപ്പെട്ടവൻ? ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, നിങ്ങൾ തന്നെ. ഞാൻ ചോദിച്ചിരിക്കുന്നേ കുഴപ്പം? അപ്പോൾ ആ അദ്ദേഹം ആ ചെറുപ്പക്കാരൻ പറയുന്നത്, നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ ഞങ്ങൾ ഇങ്ങനെ അല്ലാഹുവിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ ഉയർത്തിക്കൊണ്ടുപോകുന്ന പ്രവർത്തനങ്ങളിൽ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി അധ്വാനിക്കുന്ന കക്ഷികളുടെ പ്രവർത്തനത്തിന്റെ സ്ഥാനത്താണ് നിങ്ങളെ അവരുകളൊക്കെ ഇതുവരെ ഞങ്ങൾ ഉയർത്തിയത്. ഒരാഴ്ചക്കാലമായി ഇപ്പോൾ വീട്ടിലിരിക്കുന്ന അധ്വാനത്തിനിറങ്ങാത്ത ആളുകളെ പ്രവർത്തനത്തിന്റെ കൂട്ടത്തിലാണ് നിങ്ങൾ അമലുകളുള്ളത്. എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ആ സമയത്ത് അദ്ദേഹം പെട്ടെന്നതാ ഉറക്കു തെളിയുന്നു. അദ്ദേഹത്തിന്റെ കൂട്ടാളികളോട് പറയുന്നു, ഒരാഴ്ചക്കാലം എനിക്ക് വൈവാഹിക ജീവിതമായിരുന്നു. അന്ന് എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ അധ്വാനിച്ചിരുന്ന സമയമാണ്. അന്ന് എന്റെ അമലുകൾ പടച്ച റബ്ബിന്റെ ദീനിനു വേണ്ടി അധ്വാനിച്ച് സേവനം ചെയ്യുന്നവരുടെ കൂട്ടത്തിലാണ്. ഇപ്പോൾ മടിയനായി ഇരിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. അതുകൊണ്ട് എനിക്ക് വിവാഹം കഴിച്ചു തരണേ. മരണം വരെ അദ്ദേഹം വിവാഹ ജീവിതം തുടർന്നുവെന്ന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. ഓ സഹോദരന്മാരെ, അപ്പോൾ ഭാര്യമാർക്ക് വേണ്ടി അതുപോലെ സന്താനങ്ങൾക്ക് വേണ്ടിയുള്ള അധ്വാനം അത് അല്ലാഹുവിങ്കൽ വലിയ പ്രതിഫലമുള്ളതാണ്. ഇനി ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന അതേ വിവാഹത്താൽ ഉണ്ടാകുന്ന നന്മകൾ പണ്ഡിതന്മാർ വിവരിച്ചു തന്ന ചില നന്മകളെ കുറിച്ചാണ് ഞാനിപ്പോൾ വിവരിച്ചത്. എന്നാൽ വിവാഹത്താൽ ഉണ്ടാകുന്ന ചില വിപത്തുകളെ സംബന്ധിച്ചുകൊണ്ടും ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു വിരൽ ചൂണ്ടുന്നുണ്ട്. വളരെ ചുരുക്കി ഞാൻ അതും കൂടി എന്ന് പറയട്ടെ. അതിലൊന്നാണ്, വിവാഹം കഴിക്കുമ്പോൾ ഭാര്യക്കും മക്കൾക്കും സമ്പത്തുണ്ടെങ്കിലും അവരെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സമ്പാദിക്കേണ്ടി വരും. അങ്ങനെ സമ്പാദിക്കുമ്പോൾ ഹലാൽ എന്താണെന്ന് നോക്കാതെ, ഹറാം എന്താണെന്ന് നോക്കാതെ, സുബ്ഹാനല്ലാഹ്, അതാ തൊഴിലാളികൾ ഈ സൂപ്പർ മാർക്കറ്റിൽ ജോലിയെടുക്കുമ്പോ, തൊഴിലാളികളായി കടയിൽ നിൽക്കുമ്പോ, അല്ലെങ്കിൽ കൃഷിസ്ഥലത്ത് തൊഴിലാളികളായി പണിയെടുക്കുമ്പോ അവിടെ നിന്ന് വസ്തുക്കളോ പണങ്ങളോ അപഹരിച്ചോ കട്ടെടുത്തോ എന്റെ ഭാര്യമാർക്കും മക്കൾക്കും സന്തോഷം നൽകണമെന്ന് മനസ്സിലാക്കി ഹറാമായ വഴിയിൽ പണം സമ്പാദിക്കുന്നവരുണ്ടോ? അവർക്ക് കല്യാണം ആപത്താണ് കിട്ടുവോ? അവരുടെ ആഹ്റവും അവരുടെ മക്കളാഹ്റവും അവരുടെ ഭാര്യമാരുടെ പാരത്രിക ലോകവും അവര് നഷ്ടപ്പെടുത്തുന്നവരാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു സ്വഭാവം ഒരിക്കലും നമ്മിൽ വന്നു പോകരുത്.
അത്തരമൊരു സ്വഭാവത്തിലേക്ക് ഭർത്താക്കന്മാരെ നിർബന്ധിക്കുന്ന വിധത്തിൽ ഓ സഹോദരിമാരെ ഞങ്ങൾക്കത് വേണം ഇത് വേണമെന്ന് പറഞ്ഞ് അപ്പുറത്തൊരാള് അയാൾ വലിയ മുതലാളിയാണ്, അയാൾ വളരെ ഭംഗിയുള്ള മാളിക പണിയുമ്പോ അതുപോലത്തെ വീട് നമ്മൾക്കൊന്ന് വേണം. സുബ്ഹാനല്ലാഹ്, അപ്പുറത്തൊരാളെ കല്യാണം നടക്കുമ്പോ ആ കല്യാണത്തിന് അയാൾ ദൂർത്തടിക്കുകയാണ്. ദൂർത്തടിക്കലിന്റെ രൂപം ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല, പിന്നീട് ഞാൻ ആ വിഷയം തന്നെ സംസാരിക്കാൻ പോകുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, പുതിയാപ്പിളയ്ക്ക് വേണ്ടി ഒരു ദിവസം അതാ നിക്കാഹിനിറങ്ങുമ്പോഴേക്ക് ഒരു വസ്ത്രം എടുത്തിരിക്കുന്നു. ആ ഒരൊറ്റ വസ്ത്രം നിക്കാഹി നിൽക്കുന്ന ദിവസം ആ സമയത്ത് മാത്രമേ അവൻ ഉപയോഗിക്കൂ. ആ വസ്ത്രം പിന്നീട് അവന്റെ ജീവിതത്തിൽ അവൻ ഇടാൻ പോകുന്നില്ല. എത്രയാ ആ വസ്ത്രത്തിന് വില? അതിന് 45,000 ഉറുപ്പികയാണ്, 55,000 ഉറുപ്പികയാണ്. ഓ മനുഷ്യ, നീക്ക് പടച്ചവന്റെ കോടതിയിൽ വരുന്ന സമയമുണ്ട് കേട്ടോ. ശൈത്താനിന്റെ അനുയായി, അതേ ഇന്നൽ മുബദ്ദിരീനെ കാണൂ ശൈത്താന്റെ കൂട്ടാളികളാണ്, ശൈത്താന്റെ ജ്യേഷ്ഠാനുജന്മാരാണ്, അനാവശ്യം ചെലവഴിക്കുന്നവരെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? അല്ലാഹു തആല തന്ന സമ്പത്ത് നിന്റെ കയ്യിലുണ്ടായപ്പോ നീ ചിന്തിച്ചില്ല. ആ 45,000 ഉറുപ്പികയിൽ നീ ഒരു 5,000 ഉറുപ്പികന്റെ ശത്രുവിനെയും എടുത്തിട്ട് 40,000 ഉറുപ്പിക നീ മാറ്റിവെച്ചിരുന്നുവെങ്കിൽ ഒരു പാവപ്പെട്ട പെണ്ണിന് ഒരു 3 പവന് വാങ്ങിച്ചു കൊടുത്തുകൂടായിരുന്നോ? ഒരു ചികിത്സ കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ഒരു പാവപ്പെട്ടവന് ചികിത്സയ്ക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുത്തുകൂടായിരുന്നോ? ഒരൊറ്റ സമയത്തിടാൻ വേണ്ടി നീ 45,000-ന്റെ 65,000-ന്റെ വസ്ത്രം നിർമ്മിച്ചു കൊണ്ടുവന്നുവല്ലേ? സുബ്ഹാനല്ലാഹ്, അത് തന്നെ ചിലപ്പോ നിക്കാഹിലിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ് കണ്ടാ മനസ്സിലാകുന്നില്ല ഇവൻ കോമാളിയാണോ, ഇവന്റെ തലേക്കെട്ട് കണ്ടപ്പോ കാപ്പി വിൽക്കുന്നവനെ പോലെയുണ്ട്. അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ്, അതെ ഈ കോഫി വിൽക്കുന്നവന്റെ തലേക്കെട്ട് പോലെയുണ്ട്. അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ്, ഓണത്തിന്റെ ദിവസം ഇറങ്ങുന്ന ഓണപ്പട്ടന്റെ മാതിരിയുണ്ട്. ഇങ്ങനത്തെ കോലം കെട്ടിയിട്ട് നിക്കാഹിന് വന്നിരിക്കുന്നവരില്ലേ? പുതിയ അപ്രഭോഗിയാണെന്ന് പറഞ്ഞിറങ്ങുന്നവരില്ലേ? ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ചോദിക്കട്ടെ, ഓരോ മനുഷ്യരും അവന്റെ കഴിവനുസരിച്ചല്ലാതെ, ഓ ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങൾ ഭർത്താക്കന്മാരെ നിർബന്ധിക്കരുത്. ആ നിർബന്ധം വരുമ്പോ എങ്ങനെയാണ്? സുബ്ഹാനല്ലാഹ്, എന്റെ ഏട്ടത്തിന്റെ കല്യാണമാണ്, എന്റെ അനുജത്തിന്റെ വിവാഹമാണ്, എന്റെ ആങ്ങളെന്റെ മോളെ കെട്ടിക്കുകയാണ്, അപ്പൊ നമ്മൾ ഇന്നത് കൊടുക്കണ്ടേ? ആങ്ങളെന്റെ പുരേ കൂടാണ്, അതിന് ഇന്നത് കൊടുക്കണ്ടേ? കൊടുക്കാൻ ഇവന് കഴിവുണ്ടോ ഇല്ലേ എന്ന് നോക്കാതെ, കൊടുക്കാൻ കഴിവുണ്ടോ ഇല്ലേ എന്ന് നോക്കാതെ, ഭാര്യ വീട്ടിൽ കുറവാവൂലെന്ന് മനസ്സിലാക്കി അവൻ ഹറാമായ വഴികളിലൂടെ പണം സമ്പാദിക്കുന്നതിലേക്ക് നിങ്ങളാണോ പ്രചോദനം നൽകിയത്? ഇങ്ങനെ നിങ്ങൾ കുറ്റക്കാരാണ് സഹോദരിമാരെ. ഭർത്താവിന്റെ കഴിവ് പരിഗണിക്കാതെ ഭർത്താവിനെ പലതിനും നിർബന്ധിക്കുന്നവർ കുറ്റക്കാരാണ്. അതിനെ സംബന്ധിച്ചുള്ള ബോധം നിങ്ങൾക്കുണ്ടാകണം. ഇപ്പോൾ ഞാനതിലേക്ക് കടന്ന് കൂടുതൽ സംസാരിക്കുന്നില്ല. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, വിവാഹത്തിന്റെ വിപത്തുകളിൽ പെട്ടതാണ് ഹറാമായ നിലക്ക് പണം സമ്പാദിക്കാൻ. ഹറാമായ നിലക്ക് പണം സമ്പാദിക്കാൻ അവന് പ്രചോദനം നൽകപ്പെടുകയും അവൻ അടിമപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ അവന് വിവാഹം ആപത്താണ്. മറ്റൊന്ന്, സുബ്ഹാനല്ലാഹ്, സ്വന്തം ഭാര്യയെയും സ്വന്തം മക്കളെയും നിയന്ത്രിക്കേണ്ടതുപോലെ നിയന്ത്രിക്കുന്നതിൽ വീഴ്ച വരുത്തിക്കൊണ്ടാണോ ഒരു മനുഷ്യന്റെ ജീവിതം? എന്നാലും അത് അവന് വിവാഹം ആപത്താണ്. അല്ലാഹുവിന്റെ അടുക്കൽ അവൻ കുറ്റക്കാരനാണ്. ഓ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളും നിങ്ങളുടെ ഫാമിലിയുടെ ശരീരവും നിങ്ങളുടെ കുടുംബത്തിന്റെ ശരീരവും നിങ്ങൾ നരകത്തിനെ തൊട്ട് കാക്കണേ. പരിശുദ്ധ ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്. ചില ആളുകളുണ്ട്, കല്യാണം കഴിച്ചതിന് ശേഷം മക്കൾ എങ്ങനെ വളരുന്നു എന്നവർ ചിന്തിക്കുന്നില്ല, ഭാര്യ എന്ത് ചെയ്യുന്നു എന്നവർ ചിന്തിക്കുന്നില്ല. ഭാര്യയ്ക്ക് അവനതാ മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, വീട്ടിലും ഫോണുണ്ട്, അതേ നെറ്റിന്റെ സൗകര്യമുണ്ട്. ആ നെറ്റിലേക്ക് കടന്ന് എന്റെ മകൻ ഏതൊക്കെ ഹറാമാണ് നോക്കുന്നത്, ആ ഭാര്യ ഏതൊക്കെ ടൂണാണ് കേൾക്കുന്നത്, അവൾ ആ മൊബൈലിലൂടെ ആരെയൊക്കെയാ വിളിക്കുന്നത്, എന്താണ് അവൾ ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളൊന്നുമില്ലാതെ സുബ്ഹാനല്ലാഹ് ടെലിവിഷൻ വാങ്ങി വെച്ചു കൊടുത്തിട്ടുണ്ട്. അതേ വാർത്ത കേൾക്കാനാണെങ്കിൽ കുഴപ്പമില്ല, അതുപോലെ എന്തെങ്കിലും കാര്യത്തിനാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ആ ടെലിവിഷൻ തുറന്നു വെച്ചിട്ട് അവളതാ നോക്കി രസിക്കുന്ന സിനിമകൾ, അതുപോലെ സീരിയലുകൾ ആ നോക്കി രസിക്കുന്ന സമയത്ത് തൊട്ടടുത്ത വീട്ടിലെ ചെറുപ്പക്കാരനും അതിന്റെ ഇപ്പുറത്തെ കസേരയിൽ വന്ന് കൂടെയിരിക്കുന്നു. അവനുണ്ടാ
ഉണ്ടായാലും ശരി ഇല്ലെങ്കിലും ശരി അന്യപുരുഷന്മാരും കൂടെയിരിക്കുന്നു. ആദ്യമാദ്യം അവരുള്ള ദിവസം വന്നിരുന്നു, ഒരു ദിവസം അവനില്ല. അന്ന് വന്നപ്പോഴും സാധാരണ തുറന്നു കൊടുക്കുന്നതല്ലേ ഭർത്താവ്, പിന്നെ ഞാനെങ്ങനെ ഇവനെ തിരിച്ചേക്കും? അന്നത്തെ ദിവസം ഭർത്താവില്ലാതെ രണ്ടുപേരും കൂടെ ഇരുന്ന് കണ്ടു. മൂന്നാം ദിവസം ഭർത്താവില്ലാത്ത സമയം നോക്കി വന്നു. ഇന്നാലില്ല, അപകടം പലതും വരുത്തി. ഉത്തരവാദി നീയല്ലേ സഹോദരാ, എന്തിന് നീ ഇതിനേർപ്പാട് തുടങ്ങി? അങ്ങനെ ഭാര്യയ്ക്കും നിനക്കും വാർത്ത കേൾക്കണോ? നീ ടെലിവിഷൻ വെച്ചോ തെറ്റില്ല, അതുപോലെ മൊബൈൽ ഫോൺ ആവശ്യമാണോ ഉപയോഗിച്ചോ, പക്ഷേ അത് അനാവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലേ? നെറ്റുകൾ തുറന്നെവിടെയൊക്കെയാണ് കടന്നു പോകുന്നത് ചിന്തിക്കണ്ടേ? ഓ ഉമ്മമാരെ, നിങ്ങളും ശ്രദ്ധിച്ചോ. നിങ്ങളെ മക്കൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ചെമ്മാടികളായിട്ട് മുഴുവൻ പത്രങ്ങളിലും അവരതാ പ്രതികളായി പിടിക്കപ്പെട്ടതായി പത്രങ്ങളിൽ വന്നു കിട്ടുന്നതിന് മുമ്പ്, പോലീസ് സ്റ്റേഷനിൽ ടെലിഫോൺ വരുന്നതിന് മുമ്പ്, മീഡിയകളിൽ നിങ്ങളെ മക്കളെ പ്രതികളായി പ്രത്യക്ഷപ്പെടുത്തുന്നതിന് മുമ്പ് നിങ്ങൾ ഇപ്പൊ തന്നെ ചിന്തിച്ചോ, മക്കൾ എന്തെല്ലാം കാര്യങ്ങളാ നോക്കുന്നത്, എന്തെല്ലാം വിഷയത്തിലാ പോകുന്നത്. അത് നോക്കാനും ചിന്തിക്കാനും സമയമില്ലാതെ അതേ മക്കളെ പോറ്റുന്നത്, ഭാര്യമാരെ നിയന്ത്രിക്കുന്നത് വീഴ്ച വരുത്തുന്ന വ്യക്തിയാണോ അവന് വിവാഹം വിപത്താണ് കേട്ടോ, വിവാഹം നാശമാണ് കേട്ടോ. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, കഫാബിൽ മറൂസ് മന്നയ്യുന്ന ആശ്രിതരായി ജീവിക്കുന്നവർ അവരതാ പാഴായി പോകുന്ന നിലക്കാണ് ഒരു മനുഷ്യൻ ജീവിക്കുന്നതെങ്കിൽ അവന് പടച്ച റബ്ബിന്റെ അടുക്കൽ കുറ്റവും തെറ്റും കിട്ടാൻ അത് തന്നെ ധാരാളം മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. നിങ്ങൾ ഓരോ കക്ഷികളും ഓരോ വിഷയത്തിന്റെ ഉത്തരവാദിത്വമുള്ളവരാണ്. നിങ്ങളെ ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ച് അല്ലാഹു നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. നിങ്ങളെ ഭാര്യമാരെ വേണ്ടതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മക്കളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളോട് ചോദ്യമുണ്ട്. അതുപോലെ അൽമർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ, ഭർത്താവിന്റെ വീട്ടിൽ ജീവിക്കുന്ന പെണ്ണ്, ആ പെണ്ണിനോട് ആ ഭർത്താവിന്റെ വീട്ടിൽ വളരുന്ന ചെറിയ മക്കളെ വേണ്ടതുപോലെ നിയന്ത്രിച്ചിട്ടുണ്ടോ? അവന്റെ സ്വത്തുക്കൾ അവൾ വേണ്ട പോലെ സംരക്ഷിച്ചിട്ടുണ്ടോ? അവളെ വീട്ടിൽ അവന്റെ ഇഷ്ടപ്രകാരം നീക്കിയിട്ടുണ്ടോ? വീട് ഭരിക്കുന്ന പെണ്ണിനോടും അല്ലാഹുവിൽ പ്രത്യേകം ചോദ്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇതെല്ലാ വിഭാഗത്തിലും ഉണ്ട് കേട്ടോ. മദ്രസയിലെ സദറുമാലില്ലേ, ഒരു മുഅല്ലിമ് സമയം തെറ്റിച്ച് വരുന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അല്ലാഹുവിന്റെ അടുക്കൽ സദറിൽ ഹെഡായി പ്രവർത്തിക്കുന്ന മുഅല്ലിമീങ്ങൾക്കാണ് കേട്ടോ. ഒരു സ്ഥാപനത്തിൽ അതേ സ്ഥാപനത്തിലുള്ള സ്റ്റാഫുകൾ സമയം തെറ്റി ചെയ്യുന്നുണ്ടോ, കൃത്യനിഷ്ഠ പാലിക്കുന്നില്ലേ, മാനേജർക്ക് പൂർണ്ണമായ ഉത്തരവാദിത്വമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കണക്ക് കൈകാര്യം ചെയ്യുന്ന സ്ഥലത്ത് കണക്ക് കൈകാര്യം ചെയ്യുന്നതിന്റെ ഹെഡ് ആരാണോ അവിടെയുള്ള മുഴുവൻ കണക്കിനെ സംബന്ധിച്ചും ആ ഹെഡിന് ഉത്തരവാദിത്വമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അതാ ദർസിന് നേതൃത്വം നൽകുമ്പോൾ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളുടെ കാലം കഴിച്ചുകൊണ്ട് നാട്ടിൽ പോയി നേരം നോക്കുന്ന ചില മുദരിസന്മാരില്ലേ, സുബ്ഹാനല്ലാഹ്, ദർസിൽ പഠിക്കുന്ന കൊല്ലം അതാ 4 അക്കർന്നതെത്തിയിട്ടുള്ളൂ മുതഅല്ലിമി. എന്റെ കാരണം മുദരിസിന് നാട്ടിൽ പോകാനേ സമയമുള്ളൂ. മുദരിസിന് കുട്ടികളൊരു പ്രശ്നമല്ല. ആ മുദരിസന്മാരും പടച്ചവന്റെ അടുക്കൽ ഉത്തരവാദികളാണ് കേട്ടോ. ആ ചെറിയ മുതഅല്ലിമികളെ കാലം കഴിച്ചതിന് അവര് പൂർണ്ണമായ ഉത്തരവാദികളാണ് കേട്ടോ. ഇതുപോലെ തന്നെ ഒരു പീടികയിൽ മേൽനോട്ടത്തിനൊരാളെ ഏൽപ്പിച്ചാൽ ആ പീടികയിൽ നഷ്ടം വരുന്നുണ്ടെങ്കിൽ അവനതിന് പൂർണ്ണ ഉത്തരവാദിത്വമാണ് കേട്ടോ. ആ നിലക്ക് ആർക്ക് എന്ത് ഉത്തരവാദിത്വമുണ്ടോ? അതെ, അതുപോലെ തന്നെ അതാ ക്യാൻറ്റീനിൽ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ഏതെങ്കിലും അതാ കുറച്ച് കുക്കുമാരെ ഏൽപ്പിച്ചാൽ ആ ക്യാൻറ്റീനിലെ ഭക്ഷണം അത് കഴിക്കുന്ന വ്യക്തികൾക്ക് അവർക്ക് സന്തോഷകരമാകുന്ന വിധത്തിലല്ലാതെ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ ആ ക്യാൻറ്റീനിലെ ജോലിക്കാർക്ക് മുഴുവനും പടച്ചവന്റെ അടുക്കൽ ഉത്തരവാദിത്വമുണ്ട് കേട്ടോ. പടച്ചവന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും കേട്ടോ. അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ നടത്തുന്നവർ, ഞാൻ നിങ്ങളോട് പറയട്ടെ, സിറാജുൽ ഹുദയുടെ സ്ഥാപനത്തിന്റെ ഒരു കുറഞ്ഞ സ്ഥലം എനിക്ക് വഴി പോകാൻ വേണ്ടി റോഡിൽ വരുമോ എന്ന് ഒരാൾ 2 ദിവസം മുമ്പ് ഞാൻ മംഗലാപുരത്തുള്ളപ്പോൾ വിളിച്ചു ചോദിച്ചു. ഞാൻ പറഞ്ഞു, പടച്ചവന്റെ മുമ്പിൽ പ്രതിയാകാൻ ഞാനില്ല. എന്റെ സ്വന്തം സ്വത്താണോ, ആർക്കും കൊടുക്കാൻ എനിക്ക് അധികാരമുണ്ട്. അതേസമയത്ത് സിറാജുൽ ഹുദയുടെ സ്വത്താണോ, അതിന്റെ ഒരു ഇഞ്ച് ഭൂമി പോലും പൊരുത്തപ്പെട്ട
പൊരുത്തപ്പെട്ടു കൊടുക്കാൻ എനിക്ക് അധികാരമില്ല. അതെന്റേതല്ല, എന്റെ പിതാവിന്റേതല്ല, എന്റെ ഉമ്മയുടേതല്ല, എന്റെ ഭാര്യയുടേതല്ല, എന്റെ മക്കളുടേതല്ല. അതേതെങ്കിലും ഒരു വ്യക്തി അനധികൃതമായി കൈവശപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിന് പൂർണ്ണമായ ഉത്തരവാദിത്വം സെക്രട്ടറി എന്ന നിലയിൽ എനിക്കുണ്ട്. ഇതുപോലെ ഓരോ മദ്രസയുടെയും പള്ളിയുടെയും സെക്രട്ടറിമാർക്കുണ്ട്, ഓരോ സ്ഥാപനങ്ങളും നടത്തുന്നവർക്കുണ്ട്, ഓരോ മുത്തവല്ലിമാർക്കുമുണ്ട്, ഓരോ സംഘടനയുടെയും നേതാക്കൾക്കുണ്ട്. അങ്ങനെ അല്ലാഹുവിന്റെ അടുക്കൽ ഏത് മനുഷ്യനെ സംബന്ധിച്ചും അവനവൻ ഉത്തരവാദിത്വമുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി തന്നെ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഭാര്യമാരെ പറ്റി ചോദ്യമുണ്ട്, മക്കളെ പറ്റി ചോദ്യമുണ്ട്. അതുപോലെ തന്നെ ഭാര്യമാർക്ക് അങ്ങോട്ട് ചെയ്തു കൊടുക്കേണ്ട 1000 കടപ്പാടുകളുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു അവസരം തന്നാൽ ഞാൻ നാളെയും മറ്റന്നാളുമൊക്കെ അതിൽ കടക്കും. ആ കടപ്പാടുകളൊക്കെ ഭർത്താക്കന്മാർ ശരിക്കും നിർവഹിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അതിനും അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. അതൊന്നിനും നിൽക്കാതെ ചില കക്ഷികളുണ്ട്, കല്യാണം കഴിച്ചു, കുട്ടിയായി, ഇവനെ പിന്നെ കാണുന്നില്ല, ഇവൻ പോയി കളഞ്ഞു, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, പിന്നെ ഭർത്താവിനെ കാണുന്നില്ല, പോയിട്ട് കുറെ കാലമായി എവിടെയാണെന്ന് വിവരമില്ല. വേറെ ചിലർ കല്യാണം കഴിച്ചു, അവനങ്ങനെ തന്നെ ദുബായിലേക്ക് വിസയമെടുത്തു പോയി, അവിടെ ചെന്നിട്ട് പിന്നെ ഇങ്ങ് ഭാര്യയുണ്ട് എന്നുള്ള ഓർമ്മയില്ല, ഖത്തറിൽ പോയി പിന്നെ ഇവിടെ മക്കളുണ്ട് എന്നുള്ള ഓർമ്മയില്ല. ചിലർ അവിടുന്നും പോയി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരൽപ്പവും സംസ്കാരമില്ലാതെ അവിടുന്ന് ഏതോ ഒരു പെണ്ണിനെ കണ്ടു, അവളുമായി സംസാരിച്ചു, അവളുടെ ടെലിഫോൺ നമ്പർ കൈമാറി, പിന്നെ അവളെ വിളിക്കലാണ്, അവളെ പറയലാണ്, അവളെ നോക്കലാണ്. ഇന്നാലില്ല, സ്വന്തം മക്കളെയും വിട്ടുപോടുന്ന മനുഷ്യൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറയാണ്, കല്യാണം കഴിച്ചിട്ട് ഭാര്യമാരെ കൈയൊഴിച്ചുകൊണ്ട് അതാ എതിരെയോ പോയി ഭർത്താവിനെ കാണുന്നില്ല എന്ന് പറയുന്ന എത്ര റിപ്പോർട്ടുകളാണ് കേൾക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറയുകയാണ്, ഇമാം ബസാരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്, അന്നൽ ഹാരിബ മിൻ ഇയാലിഹി ബിമൻസിലത്തിൽ അബ്ദിൽ ഹാരിബിൽ ആബിഖി ലാ തുഖ്ബലു ലഹു സ്വലാത്തുൻ വലാ സിയാമുൻ ഹത്താ യർജിഅ ഇലൈഹിം. ഭാര്യമാരെയും മക്കളെയും നോക്കാതെ അവരോടുള്ള ബാധ്യത നിർവഹിക്കാതെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ അവൻ ഒളിച്ചോടിയ അടിമയെ പോലെയാണ്. ലാ തുഖ്ബലു ലഹു സ്വലാത്ത്, അവന്റെ നിസ്കാരം അല്ലാഹു ഖബൂൽ ചെയ്യൂല, വലാ സൗമുൻ, അവന്റെ നോമ്പ് അല്ലാഹു ഖബൂൽ ചെയ്യൂല. അതേ അവന്റെ ഒരൊറ്റയിലേക്കും അവൻ ആ ഭാര്യമാരിലേക്കും മക്കളിലേക്കും കുടുംബത്തിലേക്കും തിരിച്ചു വരാത്ത കാലത്തോളം ഭാര്യയും മക്കളെയും ഇട്ടിട്ട് ഏതെങ്കിലും വഴിക്കങ്ങ് പോയാൽ അവന്റെ അമലുകളൊന്ന് സ്വീകരിക്കൂല. ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്വന്തം ഭാര്യമാർ അവരുടെ വികാര ശമനത്തിന് അവർക്ക് ഭർത്താക്കന്മാരല്ലേ ഉള്ളൂ. ആ ഭർത്താക്കന്മാരുമായി ബന്ധപ്പെടാൻ അവസരം കൊടുക്കാതെ അവനെന്തെങ്കിലും തെറ്റായ പ്രവർത്തനങ്ങളിൽ അതാ മുഴുകിക്കൊണ്ടോ ഏതെങ്കിലും ആണോ പെണ്ണുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അവൻ സ്വന്തം ഭാര്യ വീട്ടിലേക്ക് പോകാതെ ആ പെണ്ണിന്റെ സന്തോഷം കൈമാറാൻ അവസരം കൊടുക്കാതെ ആ പെണ്ണിന് തെറ്റുകളിലും ദുഃഖത്തിലും ആഴ്ചയെങ്കിൽ അവൻ എത്ര തന്നെ വലിയാളായിരുന്നവരും എത്ര തന്നെ നല്ല പ്രവർത്തനം ചെയ്താലും അവൻ അല്ലാഹുവിന്റെ അടുക്കൽ അവന്റെ അമല് സ്വീകരിക്കാത്തപ്പെടാത്തവനിൽ പെട്ടുപോകും. ഇമാം ഗസ്സാലി തങ്ങളതാ ഉദ്ധരിക്കുന്നു, ഭാര്യമാരോടുള്ള കടപ്പാട് അത് നിർവഹിക്കുന്നതിൽ വല്ലവനും വീഴ്ച വരുത്തിയാൽ അവൻ നാട് വിട്ട് പോകണമെന്നില്ല, അവൻ നാട്ടിൽ തന്നെ ഉള്ളവനാണെങ്കിലും ശരി, അവൻ ഒളിച്ചോടിപ്പോയവനെ പോലെയാണ്, അവന്റെ അവരും അല്ല സ്വീകരിക്കൂല. അതുകൊണ്ട് സ്വന്തം ഭാര്യമാരോടുള്ള കടപ്പാട് വീട്ടാതെ ജീവിതം നയിക്കുന്ന മനുഷ്യൻ, അതുപോലെ ഭാര്യമാരെ വേണ്ടതുപോലെ നിയന്ത്രിക്കാതെ മക്കളെ നിയന്ത്രിക്കാതെ ജീവിക്കുന്നവൻ, അവന് വിവാഹം വിപത്താണ് കേട്ടോ. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു. സഹോദരന്മാരെ, വിപത്തുകളിൽ നിന്ന് സുരക്ഷിതമായ വിവാഹം നടക്കണം. അങ്ങനെ നടക്കണമെങ്കിൽ അതിന് ഈ വിവാഹം കഴിക്കുന്ന വ്യക്തിക്ക് ചില ഗുണങ്ങളുണ്ടാകണം. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയാൻ, നല്ല ബുദ്ധിയുള്ള തന്റെ ഇടമുള്ള ചിന്തയുള്ള മനുഷ്യന് മാത്രമേ വിവാഹത്തിന്റെ വിപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂ. സ്വഭാവം നല്ലവനായിരിക്കണം. ബസീറും സ്ത്രീകളുടെ പതിവുകളെ കുറിച്ച് ബോധമുള്ളവരായിരിക്കണം.
സബൂറുൻ അലാ നിസാനിന്നാസ്, സ്ത്രീകളെ നാവുകൊണ്ട് പറയുന്ന വാചകങ്ങളിലൊക്കെ ക്ഷമിച്ചു നിൽക്കുന്നവനായിരിക്കണം. വഖാഫുൻ അൻ ഇത്തിബാഇ ശഹവാതിഹിന്ന, സ്ത്രീകൾ അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് അവരെ ആഗ്രഹങ്ങളൊക്കെ പറയുമ്പോൾ അതിന്റെ പിന്നാലെ പോകാതെ ആലോചിച്ച് അത് വാങ്ങാൻ എനിക്ക് കഴിവുണ്ടോ, ഞാനത് വാങ്ങേണ്ടതുണ്ടോ, അത് ആവശ്യമുണ്ടായിട്ട് പറയുന്നതാണോ എന്നൊക്കെ ആലോചിച്ച് ചെയ്യുന്നവനാകണം. ഹരീസുൻ ഹരീസുൻ അലൽ വഫാഇ ബിഹഖ്ഖിഹിന്ന, ഹരീസുൻ അലൽ വഫാഇ ബിഹഖ്ഖിഹിന്ന, അവർക്കങ്ങോട്ട് കിട്ടാനുള്ള അവകാശങ്ങൾ, ആ അവകാശങ്ങളൊക്കെയും ചെയ്തു കൊടുക്കണമെന്ന് ചിന്തയുള്ളവനാകണം. യതഗാഫലു അൻ സലലിഹിന്ന, ആ സ്ത്രീകളെ ബുദ്ധിമോശം കൊണ്ടോ ചിന്തക്കുറവ് കൊണ്ടോ ഉണ്ടാകുന്ന ഏതെങ്കിലും സലലുകൾ, ഇടർച്ചകൾ ഉണ്ടെങ്കിൽ അവരോടെന്തോ ഒന്ന് പറഞ്ഞുപോയി, എന്തോ ഒന്ന് ചോദിച്ചുപോയി, എന്തോ ഒന്ന് ചെയ്തുപോയി, അതൊക്കെ മനസ്സിൽ വെച്ചുകൂടാതെ അതൊക്കെ ശ്രദ്ധിക്കാതെ അങ്ങ് വിട്ടുകളയുന്നവനാകണം. ആ സ്ത്രീകളുടെ സ്വഭാവത്തിന് ബുദ്ധി കൊണ്ട് ചികിത്സിക്കുന്നവനാകണം. ഇങ്ങനെയുള്ളവന് മാത്രമേ വിവാഹത്തിന്റെ വിപത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിക്കാൻ കഴിയുള്ളൂ. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്നാൽ ഏകദേശ മനുഷ്യരും ഏകദേശ മനുഷ്യരും അവര് പലപ്പോഴും പറയുന്നത് വിഡ്ഢിത്തം, ചെയ്യുന്നത് വിഡ്ഢിത്തം, അതുപോലെ തന്നെ ഒരൊറ്റ സ്വഭാവം, ഭാര്യയുടെ കടുത്ത സ്വഭാവം, ദുഷിച്ച മനസ്സ്, ദുഷിച്ച സ്വഭാവം, അതുപോലെ തന്നെ ഒരു നിഷ്പക്ഷത കാണിക്കാത്ത രംഗം. അവന്റെ ഉമ്മ രോഗമായാൽ അവൻ ചിന്തിക്കുന്നു, എന്റെ പെങ്ങളെ വീട്ടിൽ ഉമ്മാക്ക് താമസിച്ചാൽ എന്താ? അതേസമയത്ത് അവന്റെ ഭാര്യയുടെ ഉമ്മ അവന്റെ വീട്ടിൽ താമസിക്കുമ്പോ അവൻ ചിന്തിക്കുന്നു, ഇവളെന്തിനാണ് ഇവിടെ താമസിക്കുന്നത്? ഓ മനുഷ്യ, നിഷ്പക്ഷതയില്ലാത്ത മനസ്സ് ഭാര്യയോട്, കുടുംബത്തോട് ഒരിക്കലും പാടില്ല. ഇങ്ങനെ ചിന്തയില്ലാതെ ഇരിക്കുന്ന മനുഷ്യന് വിവാഹം കൊണ്ട് വലിയ വിപത്തുകൾ സംഭവിക്കുമെന്നും അവന്റെ ആഖിറത്ത് തന്നെ കേടുവരുമെന്നും മഹാനായ ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹ് വിപത്തുകൾ വിശദീകരിച്ചുകൊണ്ട് വിവരിക്കുന്നു. ഓ സഹോദരന്മാരെ, ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞ സമയത്ത് തന്നെ പ്രസംഗം നിർത്തും. അതുകൊണ്ട് ഇനി ഞാൻ മറ്റു ചില വിഷയങ്ങളിലേക്ക് കടക്കുന്നു. വിവാഹത്തിന്റെ കർമ്മശാസ്ത്രപരമായ നിയമം എന്താണ്? വിവാഹം കഴിക്കൽ നിർബന്ധമാണോ, സുന്നത്താണോ? لواجب عن الإمام الشافعي ومعظم الأصحاب ثم التابعي وبعضهم قد أوجبوا للخائف حكاه في آوارث المعارف. സഹോദരന്മാരെ, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, വിവാഹം കഴിക്കൽ നിർബന്ധമുള്ള വിഷയമല്ല, മറിച്ച് അത് സുന്നത്തുള്ള വിഷയമാണ്. ആർക്കാണ് സുന്നത്ത്? ഒരു 10 നിയമങ്ങൾ ഞാൻ ആ വിഷയത്തിൽ ഇപ്പൊ പറയുകയാണ്. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് പറയുന്നു, അതേ വിവാഹത്തിലേക്ക് ആവശ്യമുള്ള മനുഷ്യൻ അവനാണെങ്കിലോ മഹർ കൊടുക്കാനും അതുപോലെ ആ വിവാഹ സമയത്തുള്ള ഭാര്യയുടെ ചെലവിനുമൊക്കെ അവന് സാധിക്കുമെങ്കിൽ അവന് വിവാഹം കഴിക്കൽ സുന്നത്താണ്. അതേ സമയത്ത് അതിന് കഴിയാത്തവൻ അവന് കറാഹത്താണ്. എന്നാൽ എപ്പോഴെങ്കിലും വിവാഹം കഴിക്കൽ നിർബന്ധമുണ്ടോ? ഒരു മനുഷ്യന് വിവാഹം കഴിച്ചില്ലെങ്കിൽ ഞാൻ ഹറാമ് ചെയ്തു പോകും എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ അവന് വിവാഹം കഴിക്കൽ നിർബന്ധമാണ്. സുബ്ഹാനല്ലാഹ്. അതേസമയത്ത് കഴിവില്ലാത്തൊരു മനുഷ്യൻ, ആ കഴിവില്ലാത്ത മനുഷ്യൻ അവന്റെ വിധി എന്താണ്? അവന്റെ വിധി കമാലി മഅ്ദൂരിൻ ലദൈഹിൽ ലുഹബ വല്ലൂകൽ സുബ്ബി കദാകൽ ഉന്നാ. വിവാഹത്തിന് കഴിവില്ലാത്തവന് കറാഹത്താണെന്ന് പറഞ്ഞല്ലോ. എന്നാൽ ആ കറാഹത്തായ മനുഷ്യനവന് വിവാഹം ആവശ്യമുള്ളവനാണെങ്കിലോ
അവനെ സംബന്ധിച്ചിടത്തോളം വിവാഹം ആവശ്യമുണ്ട്, പക്ഷേ കഴിവില്ല. അവന് വിവാഹം കയ്യൊഴിക്കൽ സുന്നത്തുണ്ട്. അവന്റെ ശരീരത്തിന്റെ വികാരം നോമ്പ് നോറ്റുകൊണ്ട് അടക്കലും അവന് സുന്നത്തുണ്ട്. എന്നാൽ നോമ്പ് നോറ്റുകൊണ്ടതിനെ കുറിച്ച് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നോമ്പ് നോറ്റുകൊണ്ട് വികാരത്തെ അടക്കി പിടിക്കലല്ലാതെ മരുന്നുപയോഗിച്ചുകൊണ്ട് വികാരത്തെ ഇല്ലാതെയാക്കിയാലോ അത് വിരോധിക്കപ്പെട്ട സംഗതിയാണ്. അതവന്റെ ജീവിതത്തിൽ ഒരിക്കലും മക്കളുണ്ടാകാത്ത രൂപത്തിലാണ് മരുന്നുപയോഗിക്കുന്നതെങ്കിൽ അത് ഹറാമാണ്. ഒരു മനുഷ്യന് നോമ്പ് പിടിച്ചിട്ടും അവന്റെ വികാരത്തെ ശമിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിലോ അവൻ വിവാഹം കഴിക്കട്ടെ. അവൻ തെറ്റ് ചെയ്തു പോകുമെന്ന് കണ്ടാൽ കഴിവില്ലെങ്കിലും അവൻ വിവാഹത്തിന് മുതിരണമെന്നാണ് പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നത്. എന്നാൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെയും മുഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെയും ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെയും മദ്ഹബ് പ്രകാരം മാലികിൻ വ അഹ്മദിൻ വൽ ഹനഫി ഇജാബുഹു തായിഖ ലിത്തഅഫുഫി. വിവാഹം ആവശ്യമുള്ള മനുഷ്യൻ അവൻ വിവാഹം കഴിക്കൽ അതാ നിർബന്ധമാണെന്ന് തന്നെ മാലികി മദ്ഹബും അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ മദ്ഹബും ഹനഫി മദ്ഹബും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിവാഹം കഴിക്കണമെന്നാണ് ഇമാം ദാവൂദ് റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷം. ഈ മദ്ഹബിൽ ഇമാം ദാവൂദ അതാ വജൂദുഹു ഫി കുല്ലി മർറ. ഇത് പുരുഷന്മാരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട 10 നിയമങ്ങളാണ്. എന്നാൽ സ്ത്രീകളെ വിവാഹവുമായി ബന്ധപ്പെട്ട 5 നിയമങ്ങളും കൂടി പറയട്ടെ. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് അവളുടേതായ ജീവിത ചെലവ് ആവശ്യമുണ്ട്. അങ്ങനത്തെ സ്ത്രീക്ക് അവൾക്ക് വിവാഹവും ആവശ്യമുണ്ട്. അവൾക്ക് അങ്ങനെ ജീവിത ചെലവ് ആവശ്യമുള്ള സ്ത്രീക്ക് വിവാഹിതയാകൽ സുന്നത്താണ്. ഏതുപോലെ ഒരു സ്ത്രീ വിവാഹിതയായില്ലെങ്കിൽ അവൾ ഭയപ്പെടുന്നു തെറ്റി വല്ലതും വന്നുപോകുമോ, അല്ലെങ്കിൽ അവൾ സ്വയം ഭർത്താവിലേക്ക് ആവശ്യമുള്ള സ്ത്രീയാണ്, അവൾക്കും വിവാഹം സുന്നത്താണ്. ലൗലൻ فاجر عنها بلا تزوج فالذي قد جعل لها النكاح واجبا وما أمر بصوم نسوان ولا فيها ذكر. അതേ സമയത്ത് അവൾ വിവാഹത്തിന് മുതിരുന്നില്ലെങ്കിൽ ഏതോ ഒരു തെമ്മാടിയായ മനുഷ്യൻ മുഖേന അവൾ തെറ്റിലകപ്പെട്ടു പോകുമെന്ന് അവൾക്ക് തോന്നിയാൽ അവൾക്ക് വിവാഹത്തിന് മുതിരൽ നിർബന്ധമാണ്. അവൾ വിവാഹം നടത്തൽ നിർബന്ധമാണ്. എന്നാൽ പുരുഷനും സ്ത്രീയും തമ്മിലുള്ളൊരു വ്യത്യാസം, പുരുഷന് മഹർ കൊടുക്കൽ നിർബന്ധമാണല്ലോ. അതിനാൽ അവന് മഹറിന് കഴിവില്ലെങ്കിൽ അവന് നോമ്പെടുത്തുകൊണ്ട് വികാരത്തിന് ശമനം തേടാമെന്നൊരു നിയമമുണ്ടല്ലോ. അതുപോലെ സ്ത്രീകളോടൊരിക്കലും വികാരശമനത്തിന് വേണ്ടി നോമ്പെടുക്കാനൊരു കൽപ്പനയില്ല. അങ്ങനൊരു നോമ്പ് അവർക്ക് സുന്നത്തുമില്ല. വിവാഹത്തിലേക്ക് ആവശ്യമില്ലാത്ത ഒരു പെണ്ണാണെങ്കിൽ ആ പെണ്ണിന് വിവാഹം കഴിക്കൽ കറാഹത്താണ്. ഏതുപോലെ വിവാഹം ആവശ്യമില്ലാത്ത പുരുഷൻ അവൻ വിവാഹം കഴിച്ച് അവനതായി ഇബാദത്തുമായി ജീവിക്കുന്നത് പുണ്യമാണല്ലോ. അതുപോലെ തന്നെ എന്നാൽ ഒരു പെണ്ണിന് വിവാഹത്തിന്റെ ആവശ്യമില്ലെങ്കിൽ അവൾ വിവാഹത്തിന് മുതിരുന്നത് കറാഹത്തെന്നല്ലേ പറഞ്ഞത്.
എന്നാൽ അവൾ വിവാഹത്തിന് മുതിർന്നാൽ സ്വന്തം ഭർത്താവിന്റെ കടപ്പാടുകൾ വീട്ടിക്കൊടുക്കാൻ അവൾക്ക് ശാരീരികമായോ മറ്റോ കഴിയില്ലെന്ന് വന്നാൽ അവൾ വിവാഹത്തിന് മുതിരുന്നത് ഹറാമാണ്. കാരണം അവന്റെ ജീവിതം തൊലയാനും അവന്റെ മനപ്രയാസമുണ്ടാക്കാനും അവന്റെ കുടുംബത്തിൽ പ്രശ്നമുണ്ടാകാനും അത് നിമിത്തമാകുമല്ലോ. അതിനാൽ അവൾ വിവാഹത്തിന് മുതിരുന്നത് ഹറാമാണ്. ഇങ്ങനെ 5 നിയമങ്ങൾ സ്ത്രീകളെ സംബന്ധിച്ചും 10 നിയമങ്ങൾ ഇമാം മഹാനായ മർക്കാദി റഹിമഹുല്ലാഹ് അതാ പുരുഷന്മാരെ സംബന്ധിച്ചും വിവരിച്ചിട്ടുണ്ട്. ഇനി സഹോദരന്മാരെ, വിവാഹം നടക്കുന്നവർക്ക് വിവാഹം നടക്കണമെങ്കിൽ ആ വിവാഹത്തിന് എന്തൊക്കെയാണ് ഘടകങ്ങൾ? വിവാഹം നടക്കണമെങ്കിൽ അതിന്റെ ഘടകങ്ങൾ എന്താ? ബഹുമാനപ്പെട്ട ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈനിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. വിവാഹം നടക്കണമെങ്കിൽ ചില ഘടകങ്ങൾ അതിനുണ്ട്. അതിൽ ഒന്ന്, ഭർത്താവില്ലാതെ വിവാഹം നടക്കൂല. ഒരു വധു വരനും ഇല്ലാതെ വിവാഹം നടക്കില്ല. അപ്പൊ വരൻ വേണം, വധു വേണം. അത് നിക്കാഹിന്റെ വിവാഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഘടകമാണ്. മറ്റൊന്ന്, നിക്കാഹിന്റെ വാചകം വേണം. വാചകം പറയാതെ ഒരു നിക്കാഹ് നടക്കുകയില്ല. അപ്പൊ വാചകം വേണം. അപ്പൊ വാചകം, അതിന്റെ പുറമെ മറ്റൊരു വിഷയം, 2 സാക്ഷികൾ വേണം. 2 സാക്ഷികളില്ലാതെ ഒരു വിവാഹം നടത്താൻ സാധ്യമല്ല. ആകയാൽ ഒരു വിവാഹം നടക്കാൻ ഏറ്റവും പ്രധാനമായി അതിന്റെ ഘടകങ്ങളായി എണ്ണപ്പെടുന്ന വിഷയങ്ങൾ, 1 വധു, 1 വരൻ, 1 വിവാഹം കഴിച്ചു കൊടുക്കുന്ന രക്ഷിതാവ് വലിയ, 2 സാക്ഷികൾ, മറ്റൊന്ന് വാചകം. ഈ കാര്യങ്ങൾ ഒരു വിവാഹത്തിന്റെ ഘടകങ്ങളാണ്. ഈ ഘടകങ്ങളെ സംബന്ധിച്ച് ഒരുപാട് മനസ്സിലാക്കാനുണ്ട്. ആരൊക്കെയാണ് വലിയാകേണ്ടത്, ആർക്ക് വലിയായിക്കൂടാ, ഒന്നാമത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ ഈ പ്രസംഗം നടത്താൻ തന്നെ പ്രധാനപ്പെട്ട കാരണം പല സ്ഥലങ്ങളിൽ നിന്നും വന്ന ചില ചോദ്യങ്ങളാണ്. അതുപോലെ പലരിൽ നിന്നുമുണ്ടായ ചില അനുഭവങ്ങളാണ്. ഒരു ദിവസം ഒരു നിക്കാഹ്, ആ നിക്കാഹ് നടന്ന് 2-3 മക്കളുണ്ടായതിനു ശേഷം ഒരാൾ ചോദിക്കുകയാണ്, മക്കളൊക്കെ ആയി കഴിഞ്ഞിരിക്കുന്നു, 2-3 മക്കളായി. പക്ഷെ ചോദിക്കുകയാണ്, വിവാഹം കഴിച്ചു കൊടുത്തത് ബാപ്പയില്ലാത്തത് കൊണ്ട് ആങ്ങളെയാണ് വിവാഹം കഴിച്ചു കൊടുത്തത്. പക്ഷെ ആ ആങ്ങള ബാപ്പ, ഈ വധുവിന്റെയും ഈ ആങ്ങളയുടെയും ബാപ്പ ഒന്നാണ്, പക്ഷെ ഉമ്മ മറ്റൊന്നാണ്. ആ ആങ്ങളെ വിവാഹം കഴിച്ചു കൊടുത്താൽ പറ്റുമോ? വിവാഹം കഴിഞ്ഞിട്ട് 2-3 മക്കളായതിന്റെ ശേഷം ചോദിക്കുന്നത്. അത് ഇപ്പൊ ചോദിക്കുന്നത് വിവാഹം കഴിച്ചു കൊടുത്തത് ബാപ്പ ഒത്ത ആങ്ങളെയാണ്. ഈ വധുവിന്റെയും ആങ്ങളെയും ബാപ്പ ഒന്നാ, ഉമ്മ മറ്റൊന്ന. അതേ സമയത്ത് ബാപ്പയും ഉമ്മയും ഒത്ത സഹോദരൻ അവിടെ ഉണ്ട്. ആ വധുവിന്റെ ബാപ്പയും ഉമ്മയും ഒന്ന്, സഹോദരന്റെ ബാപ്പയും ഉമ്മയും അത് തന്നെ. അങ്ങനത്തെ ബാപ്പയും ഉമ്മയും ഒത്ത സഹോദരൻ ഉണ്ട്. അതോടുകൂടി ബാപ്പ മാത്രം ഒത്ത സഹോദരൻ വിവാഹം കഴിച്ചു കൊടുത്തിരിക്കുന്നു. അത് പറ്റുമോ? ഞാൻ പറഞ്ഞു പറ്റൂല. എന്താ ചെയ്യാ? നിക്കാഹ് മാറ്റണം, നിക്കാഹ് മാറ്റി ചെയ്യണം. അപ്പൊ ഇതെന്തുകൊണ്ട് സംഭവിച്ചു? വിവാഹം കഴിക്കുമ്പോൾ ആര് വിവാഹം കഴിച്ചു കൊടുക്കണം, ആരായിരിക്കണം വലിയ എന്നതിനെ സംബന്ധിച്ച് വിവാഹത്തിനിരിക്കുന്ന ആങ്ങൾക്ക് വിവരമുണ്ടായില്ല. അതുപോലെ തന്നെ അതൊന്ന് ചോദിക്കാൻ ചിലപ്പോൾ സാധാരണ മനസ്സ് തോന്നിയതുമില്ല. തന്നെ നാട്ടിലെ ഇതൊക്കെ കൂടി നടത്തുന്ന കാരണവന്മാര് ചോദിച്ചില്ല. വിവാഹം കഴിഞ്ഞ് 2-3 മക്കളായതിനു ശേഷമാണ് ചോദ്യം വരുന്നത്. ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ അനുഭവിച്ച് പലരിൽ നിന്നും കേട്ടപ്പോഴാണ് വിവാഹത്തെ സംബന്ധിച്ച് ഒരു പ്രസംഗം നടത്തൽ ആവശ്യമാണ് എന്ന തോന്നൽ എന്റെ മനസ്സിലുണ്ടായത് തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇൻഷാ അല്ലാഹ് അത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് ഞാൻ വിശദമായി പിന്നീട് കടക്കും. ഇപ്പോൾ പറഞ്ഞു വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. വിവാഹത്തിന് ഘടകങ്ങളുണ്ട്. അതിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഘടകങ്ങളെല്ലാം അനിവാര്യമാണ്. അതില്ലാതെ വിവാഹം നടക്കുകയില്ല. അങ്ങനെ വിവാഹം നടക്കുമ്പോൾ വിവാഹം ചെയ്യപ്പെടുന്ന വധുവിന് ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. എന്നാലേ വിവാഹം കഴിക്കൽ അനുവദനീയമാവുകയുള്ളൂ, വിവാഹം നടക്കുകയുള്ളൂ. അതിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാധകമാകുന്ന 13 വിഷയങ്ങൾ വധുവിന് ഇല്ലാതിരിക്കണം. 13 വിഷയം ഉള്ള പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ പറ്റില്ല. ആ 13 വിഷയങ്ങൾ, 13-ലധികം വിഷയങ്ങൾ ഇമാം ഗസാലി റഹിമഹുല്ലാഹ് എണ്ണിയിട്ടുണ്ട്.
പക്ഷേ അത് നമുക്ക് ബാധിക്കുന്നതല്ല. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ വേറെ ആർക്കും വിവാഹം കഴിക്കാൻ പറ്റില്ല, അപ്പൊ നമ്മൾ വേറാണ്ടിയില്ല. അതുപോലെ തുടങ്ങിയിട്ടുള്ള വേറെ കുറെ വിഷയങ്ങളുണ്ട്. അടിമ സ്ത്രീകൾക്ക് മാത്രം ബാധകമായതുണ്ട്, ഇന്നത്തെ കാലത്ത് അതില്ല. അപ്പൊ അതുകൂടാതെ നമുക്ക് ബാധിക്കാൻ സാധ്യതയുള്ള 13 കാര്യങ്ങൾ. അതിൽ ഒന്ന്, വിവാഹം കഴിക്കുന്ന സ്ത്രീ മറ്റൊരാളുടെ ഭാര്യയാകാൻ പാടില്ല. ഇത് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ നിങ്ങൾക്ക് ചിലപ്പോ തോന്നും ഇതൊന്ന് പറയേണ്ടതാണോ. പക്ഷേ നിങ്ങൾക്ക് കേൾക്കണോ? ഒരു ദിവസം ഞാൻ ഇവിടെ ഇരിക്കുമ്പോ ഒരു സ്ത്രീ വന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ ദ്വാർക്കണം, എന്റെ ഭർത്താവ് വേണ്ടതുപോലെ എന്നെ നോക്കുന്നില്ല, വിദേശത്താണ്. ഞാൻ എവിടെയാന്നൊക്കെ ചോദിച്ച് സ്ഥലമൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ആ ഭർത്താവിന്റെ ടെലിഫോൺ നമ്പർ ഒന്ന് തരുമോ, ഞാൻ ആർക്കൊന്നും വിളിച്ച് അയാളൊന്ന് ഉപദേശിപ്പിക്കാന്ന് പറഞ്ഞു. അത് തരാമെന്ന് പറഞ്ഞ ആ സ്ത്രീ പോയി. കുറച്ചു ദിവസം കഴിഞ്ഞ് ഞാൻ മറ്റൊരു വിദേശ രാഷ്ട്രത്തിലെത്തിയപ്പോ, അയാളുള്ള നാട്ടിലല്ല വേറൊരു രാഷ്ട്രത്തിലെത്തിയപ്പോ അവിടുന്ന് ഒരു ചെറുപ്പക്കാരൻ വിളിക്കുന്നു, ഉസ്താദേ നിങ്ങളൊരുത്തൊരു സ്ത്രീ വന്നിരുന്നില്ലേ, ഇങ്ങനെ ഭർത്താവിന്റെ വിഷയം പറഞ്ഞിട്ടൊന്ന് ഞാൻ വന്നിരുന്നു. ആ സ്ത്രീയെ വിവാഹം കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാനിന്ന്. ആരെ? ഭർത്താവ് വിദേശത്തുണ്ട്, ആ പെണ്ണിനെ വിവാഹം കഴിക്കണം ആഗ്രഹിക്കുന്ന ആളാണ് ഞാനിന്ന്. ചെറുപ്പക്കാരൻ പറയാണ്. ഞാൻ ചോദിച്ചു, മോനെ നീ മുമ്പ് വിവാഹം കഴിച്ചിട്ടുണ്ടോ? ഇല്ലാറ്. ഇവളെ കുട്ടി ഇന്ന സ്ഥാപനത്തിലാ പഠിക്കുന്നത് വരെ എന്നോട് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ കുറെ മക്കളുള്ള ഈ പെണ്ണിനെ, ഭർത്താവുള്ള ഈ പെണ്ണിനെ വിവാഹം കഴിക്കാൻ വേറൊരു ചെറുപ്പക്കാരനെ ആലോചിച്ച് വെച്ചിരിക്കുകയാണ്. അതിന് ഈ പെണ്ണിന്റെ അടുത്ത് വന്ന എന്തിനറിയോ, ഇവൾ എങ്ങനെയുണ്ട് ഈ ഭർത്താവിനൊന്ന് ഫസ്റ്റ് ചെയ്യാനുള്ള മസാല കിട്ടാന് എന്ന് നോക്കാനാ ഇവൾ വന്നത്. അവളും പഠിച്ചിരിക്കുന്നത് ഫസ്റ്റ് എന്നൊരു പരിപാടി ഉണ്ട്. ആരെ ഒപ്പിക്കാനാണിത്? അല്ലാഹുവിനെ ഒപ്പിക്കാനാ? അല്ല, ജനങ്ങളെ ഒപ്പിക്കാനോ? ചോദിക്കട്ടെ, ഇങ്ങനെ തഖ്വയില്ലാത്തവരായി പോകാൻ പറ്റുമോ? അതുകൊണ്ട് ഒന്നാമത്തെ നിബന്ധന, വിവാഹം കഴിക്കുന്ന വധു അവൾ മറ്റൊരാളുടെ ഭാര്യയാണോ? ഒരു കാലത്തും അവളെ മറ്റൊരാളുടെ ഭാര്യയായിരിക്കുന്ന കാലത്തോളം വിവാഹം കഴിക്കാനൊരു വകുപ്പുമില്ല. അവൾക്ക് പെങ്കറ്റ് പറയൽ ഹറാം, അവളെ നോക്കൽ ഹറാം, അവളോട് സംസാരിക്കൽ ഹറാം. ഏത് സംസാരം നിന്റെ മനസ്സിനെ ആകർഷിപ്പിക്കുന്ന സംസാരം, അല്ലാതെ അവളോട് അതാ ഏതെങ്കിലും ഒരു അത്യാവശ്യമായ കാര്യം ഒരാൾക്ക് ചോദിച്ചുകൂടെ പറഞ്ഞുകൂടെ എന്നല്ല. നിന്റെ ഈ ഉദ്ദേശപ്രകാരമുള്ള വിവാഹം കഴിക്കണമെന്ന ഉദ്ദേശപ്രകാരമുള്ള ഏത് സംസാരം അവളോട് നടത്തുന്നതും പച്ച ഹറാം. ആ ചെറുപ്പക്കാരൻ എന്നോട് പറയാണ്, ഉസ്താദേ സംഗതി അവളുടെ ഭർത്താവ് വിദേശത്തുണ്ടെങ്കിലും ഞാൻ പറഞ്ഞാലേ അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങൂ, ഞാൻ പറയും പോലെ മാത്രമേ അവള് നടക്കൂ, അവിടെ ഞാൻ പറഞ്ഞതിനപ്പുറം അവള് നടക്കൂല. ഞാനിങ്ങനെ ആലോചിച്ചു, ഇവനെ പോലത്തെ ബുദ്ധി ലോകത്താരാണ്? സ്വന്തം ബാപ്പ വിവാഹം കഴിച്ചു കൊടുത്ത ഭർത്താവിനെ പോലും അനുസരിക്കാതെ അന്യപുരുഷനോട് സംസാരിക്കുന്ന ഈ പെണ്ണിനെ കല്യാണം കഴിക്കാത്ത ഈ ബുദ്ധി വിശ്വസിച്ച് വെച്ചിരിക്കുകയാണല്ലോ. ഇവനെ പോലത്തെ ബുദ്ധി ലോകത്തുണ്ടോ? ഇവനെ പോലെ പെണ്ണിന്റെ ചതിയിൽപ്പെട്ടവൻ വേറെ ലോകത്തുണ്ടോ? ചെറുപ്പക്കാരെ, നിങ്ങളെ ബുദ്ധി പണയം വെച്ച് പോകരുത്. ഏതെങ്കിലും ഒരു സ്ത്രീ 2 ചക്കരവാക്ക് പറയുമ്പോഴേക്ക് അതിൽ കുടുങ്ങാൻ മാത്രം ബുദ്ധിയില്ലാത്തവരായി നിങ്ങൾ വളരരുത്. നിങ്ങൾ ദുനിയാവിനെ സൂക്ഷിക്കണേ, സ്ത്രീകളെ സൂക്ഷിക്കണേ. നിങ്ങളെ അതാ കടുത്ത വഞ്ചനയിൽ കൊണ്ടുപോയി സ്ത്രീകൾ കുടുക്കിക്കളയുമെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം സ്ത്രീകളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. അത് വളരെ ഗൗരവത്തോടെ കാണണം. ചെറുപ്പക്കാരാ, ചിലപ്പോൾ നിനക്കൊരു കത്ത് തന്നുകൊണ്ടോ നിനക്കൊരു ടെലിഫോൺ നമ്പർ തന്നുകൊണ്ടോ നിന്നെ ആകർഷിപ്പിച്ച് നിന്റെ ബാപ്പ ഇഷ്ടപ്പെടാതെ, നിന്റെ കുടുംബം ഇഷ്ടപ്പെടാതെ നിന്നെ ആകർഷിപ്പിച്ചു വല്ല സ്ത്രീയോ വല്ല പെൺകുട്ടിയോ നിന്നെ ആകർഷിപ്പിച്ച് കൊണ്ടുപോകുമ്പോൾ നിന്റെ ബാപ്പയുമായി നീ തെറ്റി, ഉമ്മയുമായി തെറ്റി, കുടുംബവുമായി തെറ്റി. കുറെ ദിവസം കഴിയുമ്പോ നീ പ്രേമിച്ചു കിട്ടിയ പെണ്ണ് ഒരു ദിവസം അതാ കയറെടുത്ത് തൂങ്ങിച്ചാൽ, അല്ലെങ്കിൽ ആ പെണ്ണ് നിന്നെ തന്നെ നിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നീ അവളെ അടിച്ചു കളഞ്ഞു, കൊല്ലാൻ ശ്രമിച്ചു, അത്
ശ്രമം നടത്തി നീ അവളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഒരു കേസ് ഫയൽ ചെയ്താൽ ചോദിക്കട്ടെ ചെറുപ്പക്കാരാ, നിന്നെ താങ്ങാൻ നിന്റെ ബാപ്പയുണ്ടോ, നിന്റെ ജ്യേഷ്ഠാനുജന്മാരുണ്ടോ, നിന്റെ കുടുംബമുണ്ടോ, നിന്റെ മഹലുണ്ടോ, മഹലിന്റെ കമ്മിറ്റിയുണ്ടോ, നിന്റെ ആരെങ്കിലും നിന്നെ താങ്ങാനുണ്ടോ? നീ ആ പെണ്ണിന്റെ കടുത്ത അക്രമങ്ങൾക്ക് മുഴുവനും കാരണം നിന്നെക്കാൾ ഭംഗിയുള്ള മറ്റൊരാളെ കണ്ടപ്പോ നീയുമായൊന്ന് തെറ്റണം അവൾ ആഗ്രഹിച്ചു. അവൾ അതിന്റെ പേരിൽ നിന്റെ പേരിൽ ആരോപണം ഉന്നയിച്ചു കേസുമായി മുന്നോട്ട് പോകുമ്പോ നീ കെട്ടിവലിയേണ്ടി വന്നില്ലേ ചെറുപ്പക്കാരാ? നീ ആ പെണ്ണിന്റെ ആകർഷണീയമായ വാക്ക് കേട്ട് പെട്ടുപോയെങ്കിൽ നിന്നെപ്പോലെ വഞ്ചനയിൽ പെട്ടുപോയ മറ്റൊരു മനുഷ്യനുണ്ടോ? അതുകൊണ്ടാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി നിന്നെപ്പോലുള്ള ദുർബല മനസ്സുള്ള ചെറുപ്പക്കാര് പെട്ടുപോകാതിരിക്കാനാണ് നിങ്ങൾ സ്ത്രീകളെ സൂക്ഷിക്കണേ എന്ന് പ്രത്യേകം വസീയത്ത് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ അതാ എന്റെ ചെറുപ്പക്കാരോട് പ്രത്യേകം വസീയത്തായി ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ മറ്റൊരാളുടെ ഭാര്യ ഒരു നിലക്കും വിവാഹം ചെയ്യാൻ കഴിയില്ല. മറ്റൊരാളെ ഭാര്യ അതാ അവൻ പൊരുത്തപ്പെടാത്ത, അവൻ ഇഷ്ടപ്പെടാത്ത, അള്ള ഇഷ്ടപ്പെടാത്ത ഒരു വാക്കുപോലും നിനക്ക് സംസാരിക്കാൻ പാടില്ല. അത് ഫോണിലും പറ്റില്ല, അല്ലാതെയും പറ്റില്ല. നേരെ മറിച്ച് ഒരാവശ്യത്തിന് വേണ്ടിയുള്ള ചോദ്യങ്ങളും മറ്റും സ്ത്രീകളോട് ആവശ്യമാകുന്ന സമയത്ത് ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്നത് സ്ത്രീകളുടെ സൗന്ദര്യ ഔറത്താണെന്ന അഭിപ്രായം പണ്ഡിതന്മാർക്കില്ല. ഇരിക്കട്ടെ സഹോദരന്മാരെ, മറ്റൊന്ന് വിവാഹമോചനം നടത്തപ്പെട്ട പെണ്ണ്. ആ വിവാഹമോചനം നടത്തപ്പെട്ട പെണ്ണ് അവളുടെ യുദ്ധകാലമാകുമ്പോൾ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, വൽ മുതല്ലഖാതു യതറബ്ബസുന ബിഅൻഫുസിഹിന്ന സലാസത ഖുറൂ. ഒരു പെണ്ണിനെ, ഒരു സ്ത്രീയെ വിവാഹമോചനം നടത്തപ്പെട്ടാൽ 3 ഖറുകൾ അവൾ കാത്തിരിക്കണം. 3 ഖറു കഴിയുന്നത് വരെ അവൾക്ക് മറ്റൊരു വിവാഹം പാടില്ല, വിവാഹാലോചനയും പാടില്ല. ആ 3 ഖറു എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 3 ശുദ്ധിയാണ്. അവരുടെ മെൻസസ് പീരീഡുകൾക്കിടയിലുള്ള 3 ശുദ്ധിയാണ്, നിസ്കരിക്കുന്ന സമയങ്ങളാണ്. ആ 3 ശുദ്ധികൾ അതില്ലാതെ ഒരു പെണ്ണിന്റെയും യുദ്ധ കഴിയൂല. അപ്പോൾ ഇന്ന് ഒരാളൊരു പെണ്ണിനെ തലാഖ് ചൊല്ലിയാൽ ആ തലാഖ് ചൊല്ലുന്ന സമയത്ത് അവൾ മെൻസസ് ഉള്ള സമയമല്ല, ഹൈദുള്ള സമയമല്ല. എന്നാൽ തലാഖ് ചൊല്ലി കുറച്ച് കഴിയുമ്പോ അവളതാ ശുദ്ധി പോയി മെൻസസായാൽ ഇപ്പോഴുള്ള ഈ ശുദ്ധി ഒരു ശുദ്ധിയായി കണക്കുകൂട്ടപ്പെടും. ഇനിയൊരു ദിവസമാണ് അവൾക്ക് ഹൈറുണ്ടായതെങ്കിൽ മെൻസസിന്റെ പിരീഡ് ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസമാണ്, കൂടിയാൽ 15 ദിവസമാണ്. അപ്പൊ ഒരു ദിവസം മെൻസസ് ഉണ്ടായി, ആ പിറ്റേ ദിവസം അവൾ കുളിച്ചു. അങ്ങനെ കുളിച്ചതിന് ശേഷമുള്ള ശുദ്ധിയുടെ പിരീഡ് ഏറ്റവും ചുരുങ്ങിയത് 15 ദിവസമാണ്. അങ്ങനെ ഒരു ശുദ്ധിയും കൂടി അവൾക്ക് കിട്ടി. പിന്നീട് അവർക്ക് മെൻസസ് ഉണ്ടായി. ആ മെൻസസ് ഒരു ദിവസം കൊണ്ടുമാകാം. അത് കഴിഞ്ഞ് വീണ്ടും ശുദ്ധിയിലേക്ക് കടക്കുമ്പോൾ 3 ശുദ്ധി അവൾക്ക് കിട്ടി. ആ 3 ശുദ്ധി കൊണ്ട് അവളുടെ യുദ്ധകാലം കഴിയുന്നു. അങ്ങനെ യുദ്ധകാലം കഴിയാതെ ഒരു പെണ്ണിനെയും വിവാഹം ചെയ്യാൻ പറ്റില്ല. അത് വിവാഹം നടക്കുന്നത്, ആ യുദ്ധകാലം നടക്കുന്നത് വിവാഹമോചനം കൊണ്ടാകട്ടെ, അല്ലാത്ത മറ്റ് കാരണങ്ങൾ കൊണ്ടാകട്ടെ, അതാ ഭർത്താവ് മരിച്ചതിന്റെ പേരിലോ അല്ലെങ്കിൽ സുബഹത്തിന്റെ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതേ ആള് മാറിപ്പോയി ഭർത്താവാണെന്ന ധാരണയിൽ മറ്റൊരു പുരുഷൻ ബന്ധപ്പെട്ടു പോയി, ഭാര്യയാണെന്ന ധാരണയിൽ മറ്റൊരാള് ബന്ധപ്പെട്ടു പോയി. അങ്ങനത്തെ കക്ഷികൾക്കൊക്കെ ചില നിയമങ്ങളുണ്ട്. അങ്ങനെക്കുള്ള യുദ്ധയാണെങ്കിലും ശരി, യുദ്ധ കഴിയാതെ ഒരു പെണ്ണിനും വിവാഹത്തിൽ ഏർപ്പെടാനും പറ്റില്ല. ആ സമയത്ത് അവരോട് വിവാഹത്തിന് വേണ്ടി അത് ആലോചിക്കാനും പാടില്ല. മറ്റൊന്ന് ഞാൻ ചുരുക്കി പറഞ്ഞ ഈ വിഷയം അവിടെ നിർത്തുകയാണ്. മറ്റൊന്ന്, ഒരു സ്ത്രീ അവൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വല്ല വാചകവും പറഞ്ഞത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന വല്ല കർമ്മവും ചെയ്തത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഒരു മുസ്ലിമിന് വിവാഹം കഴിക്കാൻ പറ്റില്ല. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്സാരപ്പെടുത്തി. എന്ത് നബി, എന്ത് റസൂൽ നമ്മളെ പരിഹസിച്ചോ, നിസ്സാരപ്പെടുത്തിയോ പറഞ്ഞാൽ, എന്ത് അള്ളാന്റെ നിയമം എന്ന് പരിഹസിച്ച് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവളതാ മറ്റൊരു മതത്തിന്റെ ആചാരമായ ഏതെങ്കിലും കാര്യം ചെയ്തുകൊണ്ട് അവള് നെറ്റിക്ക് കുറിതൊട്ട്
അല്ലെങ്കിൽ ഒരു ജപമാല ധരിച്ച്, അല്ലെങ്കിൽ മറ്റൊരു മതത്തിന്റെ ആചാരം ധരിച്ച് അവൾ അമ്പലത്തിലേക്ക് പോയി, ആ അമ്പലത്തിൽ പോയിട്ട് അവൾ അമ്പലത്തിൽ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്താൽ, അല്ലെങ്കിൽ ഏതോ ഒരു ചർച്ച്, ആ ചർച്ചിനെ സംബന്ധിച്ച് ആരോ പറയുന്നത് കേട്ട് അവൾ ആ ചർച്ചിൽ പ്രാർത്ഥനയ്ക്ക് പോയി, ചർച്ചിൽ പ്രാർത്ഥനയിൽ പങ്കെടുത്താൽ, ഇതുപോലെ തുടങ്ങിയിട്ട് ഇസ്ലാമിന് പുറത്തു പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ചെയ്തവളോ പറഞ്ഞവളോ ആണെന്ന് വല്ല നിലക്കും എനിക്ക് വിവരം കിട്ടിയാൽ അവൾ ഇസ്ലാമിലേക്ക് തിരിച്ചു വരാതെ, അവൾ സഹകരണത്തിൽ പെരുമാറ്റല്ലാതെ എന്നിട്ട് അവൾ തെറ്റിപ്പോയാകയും അവൾ തിരുത്തി അത് പ്രഖ്യാപിക്കാതെ അവളെ വിവാഹം കഴിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് തന്നെ മുർത്തദാത്തായ പെണ്ണ്, മതം വിട്ടുപോയ പെണ്ണ്, അവളെ വിവാഹം കഴിക്കൽ അനുവദനീയമല്ല, വിവാഹം കഴിക്കാൻ പറ്റില്ല. മറ്റൊന്ന്, വിവാഹം കഴിക്കുന്ന മനുഷ്യന് അവന് 4 ഭാര്യമാര് നിലവിലുണ്ടെങ്കിൽ 5ാമത്തൊരു പെണ്ണിനെ വിവാഹം കഴിക്കൽ അനുവദനീയമല്ല. 4 വിവാഹം എല്ലാവർക്കും കഴിക്കാൻ പറ്റുമോ? അത് കഴിക്കാൻ പറ്റുന്നവര് നമ്മുടെ നാട്ടിൽ ഉണ്ടോ എന്ന് സംശയമാണ്. ഞാൻ നാളെ വിശദീകരിക്കാം. ഒരൊറ്റ വിവാഹം കഴിക്കണമെങ്കിൽ തന്നെ ഒരുപാട് നിബന്ധനകളുണ്ട്. 2 വിവാഹം കഴിക്കണമെങ്കിൽ അതിനൊരുപാട് പ്രശ്നങ്ങളുണ്ട്. സമയം കിട്ടിയെങ്കിൽ 1ലധികം വിവാഹം നടത്തുന്നതിനുള്ള എന്തെല്ലാം പ്രശ്നങ്ങളാണോ അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഈ അടുത്തെന്റെ അടുത്തൊരു ചെറുപ്പക്കാരൻ വന്നു, ഒരു തലാഖിന്റെ മക്കളെ ചർച്ച ചെയ്യാനാണ്. അതേ 2ാമത് വിവാഹം നടത്തിയപ്പോ ആദ്യത്തെ പെണ്ണ് ഇറങ്ങിപ്പോയി. അതിന്റെ പേരിൽ 2ാമത്തെ പെണ്ണിനെ വിവാഹമോചനം നടത്തി എഴുതിയതിന്റെ തോടെ ഈ ചെറുപ്പക്കാരൻ ഒപ്പിട്ട് വിടുന്നിട്ടുണ്ട്. പിന്നീട് അവൻ പലതും ബാധിക്കുന്നുണ്ട്. ആ ചെറുപ്പക്കാരനോട് ഞാൻ ചോദിച്ചു, നീ 1ലധികം വിവാഹം കഴിക്കുന്നതിന്റെ നിബന്ധനകൾ എന്താണെന്ന് നീ വല്ല പണ്ഡിതനോടും ചോദിച്ച് പഠിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഫത്ഹുൽ മുഈനിൽ ഞാൻ ഈ അടുത്തെന്റെ കുട്ടികൾക്ക് ഓടിക്കൊടുത്തിട്ടുണ്ട്. അത് പഠിച്ച ഒരു മനുഷ്യൻ 2ാമത് വിവാഹം കഴിക്കാൻ മുതിരുമെന്ന് തോന്നുന്നില്ല. അത്രയും നിബന്ധനകളുണ്ട് 1ലധികം വിവാഹം കഴിക്കണമെങ്കിൽ. ഇരിക്കട്ടെ, അത് ഞാൻ നാളെയോ മറ്റന്നാളോ കണക്കാം. പറഞ്ഞു വന്നത്, 4 വിവാഹം കഴിച്ച ഒരു വ്യക്തിക്ക് 5ാമതൊരു പെണ്ണിനെ വിവാഹാലോചന നടത്താൻ തന്നെ നിവൃത്തിയില്ല. 4 നിലവിലുണ്ടോ അവന് വിവാഹം കഴിക്കാൻ വകുപ്പില്ല. 5ാമതായി ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ ജ്യേഷ്ഠത്തിയോ അനുജത്തിയോ, അല്ലെങ്കിൽ ബാപ്പാന്റെ പെങ്ങളോ, അല്ലെങ്കിൽ ഉമ്മാന്റെ ജ്യേഷ്ഠത്തിയോ അനുജത്തിയോ, അങ്ങനെയുള്ള വല്ല സ്ത്രീയെയും ഒരാൾ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ, അവര് നിലവിൽ ഭാര്യയായി ഉണ്ടെങ്കിൽ അവരുടെ അനുജത്തിയോ ജ്യേഷ്ഠത്തിയോ പിന്നെ വിവാഹം കഴിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ അത്രയും അടുത്ത ബന്ധത്തിലുള്ളവർ, ആ ബന്ധത്തിലുള്ളവർ നിലവിലിരിക്കെ ബന്ധത്തിൽ വിവാഹം കഴിച്ചുകൂടാ. ഉദാഹരണത്തിന് ജ്യേഷ്ഠത്തിയെ വിവാഹം കഴിച്ച ഭർത്താവിന് ജ്യേഷ്ഠത്തി നിലവിലിരിക്കെ അനുജത്തിയെ വിവാഹം കഴിച്ചുകൂടാ. നേരെ മറിച്ച് ജ്യേഷ്ഠത്തി മരിച്ചുപോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജ്യേഷ്ഠത്തിയെ തലാഖ് ചൊല്ലിക്കഴിഞ്ഞ് അതിന്റെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അനുജത്തിയെ വിവാഹം കഴിക്കുന്നതിന് വിരോധമില്ല. ഒരേ സമയത്ത് പാടില്ലെന്നാ പറഞ്ഞത്. ഇതുപോലെ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് വിവാഹം കഴിച്ച പെണ്ണിന്റെ ബാപ്പയുടെ പെങ്ങളെ ഈ പെണ്ണ് ഉള്ള സമയത്ത്, ഭാര്യയായി ഉള്ള സമയത്ത് വിവാഹം കഴിക്കാൻ വകുപ്പില്ല. ഇതുപോലൊരു സ്ത്രീയെ വിവാഹം കഴിച്ചാൽ ആ പെണ്ണിന്റെ, അതുപോലെ തന്നെ സഹോദരിയെ ജെത്തി പറ്റില്ല, ബാപ്പയുടെ പെങ്ങള് പറ്റില്ല. അതുപോലെ അവളുടെ ഉമ്മയുടെ ജ്യേഷ്ഠത്തെയും അനുജത്തെയും പറ്റില്ല. അതിൽ പണ്ഡിതന്മാര് പറഞ്ഞ ഒരു നിദാനം, ആ 2 സ്ത്രീകളെ നിങ്ങൾ കൂട്ടി നോക്കുക. 1 ആണും 1 പെണ്ണുമാണെങ്കിൽ അവരെ പരസ്പരം വിവാഹം കഴിക്കാൻ പറ്റാത്തവരാണെന്ന് നിങ്ങൾ സങ്കല്പിച്ചു നോക്കിയാൽ, പരസ്പരം വിവാഹം കഴിക്കാത്തവരാണെങ്കിൽ ഒരേ സമയത്ത് പാടില്ല എന്നാണ്. ഉദാഹരണം ഒരു ജ്യേഷ്ഠത്തി ഒരു അനുജത്തി, അവർ ഒരാളാണ് ഒരാൾ വീണാണെങ്കിൽ ആങ്ങളെയും പെങ്ങളുമില്ലേ, അങ്ങൾക്കും പരസ്പരം വിവാഹം കഴിക്കാൻ പറ്റൂല്ല. അപ്പൊ ജ്യേഷ്ഠത്തി ഉള്ളപ്പോൾ അനുജത്തിയെ പറ്റൂല, അനുജത്തി ഉള്ളപ്പോൾ ജ്യേഷ്ഠത്തിയെ പറ്റൂല. ഇതുപോലെ ഉപ്പാന്റെ പെങ്ങൾ ആണാണെന്ന് സങ്കല്പിക്കൂ നിങ്ങൾ. എന്നാൽ ജ്യേഷ്ഠന്റെ മോളെ കല്യാണം കഴിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ആണെന്ന് സങ്കല്പിച്ചാൽ വിവാഹം കഴിക്കാൻ പറ്റാത്ത കുടുംബത്തിലുള്ള പെണ്ണാണ്. അങ്ങനത്തെ പെണ്ണിന് ഒരേ സമയത്ത് 2ആളെയും ഒരേ സമയത്ത് വിവാഹം കഴിക്കാൻ പാടില്ല. ഇതാണ് ആ നിയമം. മറ്റൊന്ന് പഞ്ചായത്ത്, മറ്റൊന്ന് ഓർപ്പിച്ചിട്ട് പറഞ്ഞു നിർത്തും. 3 തലാഖ് ചൊല്ലിയ പെണ്ണ്,
ഒരാൾ 3 തലാഖിൽ ഒരു സ്ത്രീയെ അതെല്ലാം പാടില്ല. അങ്ങനെ ചൊല്ലിയാൽ പിന്നെ ആ സ്ത്രീയെ അവൾക്ക് വിവാഹം കഴിക്കാൻ നേർക്കിനേരെ വകുപ്പില്ല. അപ്പൊ 3 തലാഖിൽ വേണ്ടി കുടുങ്ങാൻ ആരും പോകണ്ട. 3 തലാഖ് അതെങ്ങനെ ചൊല്ലിയാലും ഒരു നിക്കാഹ് നടത്തി, അങ്ങനെ ആ നിക്കാഹ് നടത്തിയതിന് ശേഷം അവളെ ഒരു തലാഖിൽ അങ്ങനെ തലാഖിൽ ചിന്ത കഴിഞ്ഞപ്പോ അവരെന്ത് ചെയ്തു? ആ വിവാഹം കഴിച്ച ആള് തലാഖ് വേണ്ടി ഇഷ്ട കഴിഞ്ഞപ്പോ വീണ്ടും അവർ തന്നെ നിക്കാഹ് ചെയ്തു. കുഴപ്പമില്ല, ഞങ്ങൾക്ക് പിന്നെയും ഒരു തലാഖ് കിട്ടി. അങ്ങനെ 2 തലാഖായി. 2 നിക്കാഹിൽ ഓരോ തലാഖ്. പിന്നെയും തലാഖ് വേണ്ടി രണ്ടാമത്തെ നിക്കാഹും പോക്കി. 3ാമത് പിന്നെയും വിവാഹം കഴിച്ചത് പിന്നെയും തലാഖ് ചെയ്തു. ഇപ്പൊ 3 നിക്കാഹിൽ 3 തലാഖാണ്. എന്നാലും ഒരൊറ്റ നിക്കാഹിൽ 3 തലാഖായാലും 3 തലാഖ് ചൊല്ലിയവളാണോ അവളെ വിവാഹം കഴിക്കാൻ നോക്കില്ല. വിവാഹം കഴിക്കണമെങ്കിൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു നിബന്ധനയുണ്ട്. ആ നിബന്ധന വളരെ പ്രയാസകരമായ നിബന്ധനയാണ്. 3 തലാഖ് ചൊല്ലിയ സ്ത്രീയെ വിവാഹം കഴിക്കൽ ഹലാലല്ല. അതൊന്നായിട്ട് 3 ചൊല്ലിയാലും ശരിയത് 3 തലാഖ് ചൊല്ലിയത് തന്നെ. 3 കല്ലുകൾ ഒന്നായി എറിഞ്ഞാലും ഓരോന്നെറിഞ്ഞാലും 3 തന്നെയല്ലേ? അതെ, 3 സാധനം ഒന്നായി തൊള്ളയിലിട്ട് തിന്നാലും ഓരോന്ന് തിന്നാലും 3 തന്നെയല്ലേ? അപ്പൊ 3 തലാഖ് ഒന്നിച്ച് ചൊല്ലിയാലും 3 തലാഖ് ഓരോന്ന് ചൊല്ലിയാലും സുബ്ഹാനല്ലാഹ്. ഇനി തലാഖ് ചൊല്ലി മടക്കിയെടുത്തിട്ട് വീണ്ടും തലാഖ് ചൊല്ലി അങ്ങനെ 3 എങ്ങനെയായാലും ശരി 3 തലാഖ് ഒരു പെണ്ണിനെ ചൊല്ലിയാൽ ഖുർആൻ പറയുന്ന ഫലാ തഹില്ലു ലഹു, ആ സ്ത്രീ അവൾക്കൊരിക്കലും ഹലാലല്ല. പിന്നെ ഹലാലല്ല ഹത്താ തൻകിഹ സൗജൻ ഗൈറ, അവന്റെ തലാഖ് കഴിഞ്ഞ് ഇദ്ദ കഴിഞ്ഞതിന് ശേഷം മറ്റൊരു ഭർത്താവിനെ അവൾ വിവാഹിതയാവുകയും എന്നിട്ടോ ആ ഭർത്താവ് അവളുമായി ലൈംഗികമായി ശരിയായ നിരക്ക് ബന്ധപ്പെടുകയും, അതേ ആ ശരിയായ നിരക്ക് ലൈംഗികമായി ബന്ധപ്പെടുകയും അങ്ങനെ ബന്ധപ്പെടുകയും ചെയ്തതിന് ശേഷം ഈ 2ാമത്തെ ഭർത്താവ് അവളെ തലാഖ് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അവന്റെ ഇഷ്ട കഴിഞ്ഞതിന് ശേഷം 2ാമത്തെ ഭർത്താവിന്റെ വിവാഹമോചനം നടന്ന് ഇഷ്ട കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ ഭർത്താവിന് വീണ്ടും അവളെ വിവാഹം കഴിക്കുന്നതിന് തെറ്റില്ല. അങ്ങനെ വിവാഹം കഴിക്കുമ്പോ വിവാഹം തമാശയല്ല. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ അതിരുവരമ്പുകളൊക്കെ ലംഘിക്കാതെ നിലനിർത്തി നല്ല കൂട്ടി ജീവിതം നയിക്കുമെന്ന് അവരെ മനസ്സിൽ ഉറപ്പ് തോന്നുന്നുണ്ടെങ്കിലാണ് പറഞ്ഞത്. ഇതല്ലാന്റെ അതിരുവരമ്പാണ് കേട്ടോ. അല്ലാഹുവിൽ വിശ്വസിക്കുകയും വിവരം നേടുകയും ചെയ്ത ആളുകൾക്ക് വേണ്ടി അല്ലാഹ് അവന്റെ അതിരുവരമ്പുകൾ, അവന്റെ നിയമങ്ങൾ വിവരിക്കുകയാണ്. ആകയാൽ 3 വിവാഹമൂർത്തിയിൽ 3 പ്രാവശ്യം വിവാഹമോചനം, അത് ഒറ്റത്തവണ 3 ആണെങ്കിലും ശരി, വെവ്വേറെ 3 ആണെങ്കിലും ശരി, 3 പ്രാവശ്യം വിവാഹമോചനം നടന്ന പെണ്ണാണെങ്കിൽ ആ പെണ്ണിനെ അവന് വിവാഹം കഴിക്കാൻ വകുപ്പില്ല. മറ്റൊന്ന് വിവാഹത്തിന് പറ്റാത്ത പെണ്ണ് ലിആൻ നടന്ന പെണ്ണാണ്. ലിആൻ എന്ന് പറഞ്ഞാലോ, ഒരു ഭർത്താവ് ഭാര്യ വ്യഭിചരിക്കുന്നത് കണ്ടു. ആ ഭാര്യ വ്യഭിചരിക്കുന്നത് കണ്ടപ്പോൾ വേറെ സാക്ഷികളൊന്നുമില്ല. അങ്ങനെ വ്യഭിചരിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം വന്നിട്ട് ഇസ്ലാമിക കോടതിയിൽ എന്റെ ഭാര്യ വ്യഭിചരിച്ചു എന്ന് പറഞ്ഞാൽ കോടതിയുടെ നിയമമനുസരിച്ച് അവന് 80 അടി കൊടുക്കേണ്ടി വരും. കാരണം വ്യഭിചാരാരോപണം പറഞ്ഞാൽ 80 അടിയാണ്. അത് കണ്ടിട്ട് പറഞ്ഞാലും 80 അടിയാണ്. നേരിൽ കണ്ടിട്ട് പറഞ്ഞാലും 80 അടിയാണ്. കാരണം വ്യഭിചാരം ചെയ്തു പോയ തെറ്റ് ഫ്ലാഷാക്കുക എന്നത് അത് നല്ല ഒരു പരിപാടിയല്ല. അതുകൊണ്ട് ആരെങ്കിലും വ്യഭിചരിച്ചതായി അറിഞ്ഞാൽ അത് ഫ്ലാഷാക്കുന്നത് തെറ്റാണ്. അതുകൊണ്ട് പറഞ്ഞാൽ 80 അടിയാണ്. അത് ഭർത്താവ് തന്നെ കണ്ടിട്ട് പറഞ്ഞാലോ അവനും 80 അടിയാണെന്ന് പറഞ്ഞാൽ കുടുങ്ങിയില്ലേ അവൻ. അതുകൊണ്ട് അല്ലാഹു തആല ഒരു നിയമം വെച്ചിരിക്കുന്നു. ആ നിയമം എന്താണ്? അതേ 4 പ്രാവശ്യം ഭർത്താവ് കോടതിയിൽ സാക്ഷി നിൽക്കുക. ഞാൻ പറയുന്നത് സത്യമാണ്, അവൾ കള്ളം പറയുകയാണ്, അവളെ വ്യഭിചരിച്ചിരിക്കുന്നു, ഞാനത് കണ്ടതാണ് എന്ന് പറഞ്ഞ് സാക്ഷി പറയുക.
അഞ്ചാമത്തെ പ്രാവശ്യം അവൻ കോടതിയിൽ പറയണം, ഞാൻ പറയുന്നത് കളവാണെങ്കിൽ പടച്ചവന്റെ ലയനത്തെ എനിക്കുണ്ടാകട്ടെ എന്നവൻ പറയണം. അങ്ങനെ പറഞ്ഞാൽ അവനെ വ്യഭിചാരാരോപണത്തിന്റെ പേരിൽ ശിക്ഷിക്കൂല. എന്നാൽ അവളെയോ അവളെ പേരിൽ നടപടിയെടുക്കാതിരിക്കണമെങ്കിൽ അവൾ 4 പ്രാവശ്യം പറയണം, അവൻ പറഞ്ഞത് കളവാണ്, ഞാൻ പറയുന്നത് സത്യമാണ്, ഞാൻ വ്യഭിചാര കുറ്റം ചെയ്തിട്ടില്ല. അതിന്റെ പുറമെ 5ാമതായി അവൾ പറയണം, ഞാൻ പറഞ്ഞത് കളവാണെങ്കിൽ എന്റെ പേരിൽ അല്ലാഹുവിന്റെ ലഅനത്തുണ്ടാകട്ടെ എന്ന് പറയണം. അങ്ങനെ 5 പ്രാവശ്യം രണ്ടാളും പറഞ്ഞാലോ ആ ഭാര്യയെയും ഭർത്താവിനെയും കോടതി വേർപെടുത്തും, പിതാവിനെ കോടതി വേർപെടുത്തും. ഇനി ഖിയാമത്ത് നാൾ വരെ അവളെ അവനോ അവൾക്ക് അവനെയോ വിവാഹത്തിൽ ഏർപ്പെടാൻ വകുപ്പില്ല. ഇതാണ് ജിഹാദ് നടന്ന പെണ്ണ് എന്ന് പറയുന്നത്. മറ്റൊന്ന്, ഒരാളെ ഹജ്ജിന് വേണ്ടിയോ അല്ലെങ്കിൽ ഉംറയ്ക്ക് വേണ്ടിയോ ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ ആ മനുഷ്യൻ അത് വധുവാകട്ടെ വരനാകട്ടെ ആരാണെങ്കിലും ശരി,